റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം അങ്ങനെ ചുരം കയറി ഇടുക്കിയിലെത്തിയിരിക്കുന്നു. ഇടുക്കിയിൽ നിന്നും കട്ടപ്പനയിൽ നിന്നുമാണ് ഇന്ന് പ്രേക്ഷകർക്കൊപ്പം ഞങ്ങൾ ചേരുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും കട്ടപ്പനയിൽ നിന്നും സ്വാഗതം. ഭൂമിശാസ്ത്രമെടുത്ത് പരിശോധിച്ചാൽ ഇടുക്കിയിൽ ഓടിയെത്തുക അത്ര എളുപ്പമല്ല. എറണാകുളം ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും ഇടുക്കി ജില്ലയിൽപ്പെട്ട 5 നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെട്ട ഇടുക്കി ലോക്സഭാ മണ്ഡലം രൂപീകൃതമായ നാൾ മുതൽ കോൺഗ്രസിനെയും ഒപ്പം ഇടതുമുന്നണിയെയും പല കാലങ്ങളിലായി തുറച്ചിട്ടുണ്ട്. എന്നാൽ ഡീൻ കുര്യാക്കോസിനെ നേരിടാൻ പഴയ പോരാളി തന്നെ രംഗത്തിറങ്ങുമ്പോൾ, ജോയ്സ് ജോർജ് രംഗത്തിറങ്ങുമ്പോൾ, സംഗീത വിശ്വനാഥിനെ നിർത്തി NDAയും കളം പിടിക്കുമ്പോൾ മണ്ഡലം പ്രവചനാതീതമാണോ എന്നൊരു സംശയം. ഇടുക്കി ആർക്കൊപ്പം ചായും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇടുക്കിയുടെ മിടുപ്പ് ആർക്കൊപ്പം? ചർച്ചയിലേക്ക് നമ്മൾ കടക്കുന്നു. ചർച്ചയിൽ നമുക്കൊപ്പം NDA പ്രതിനിധീകരിച്ച് ശ്രീനഗരി രാജൻ, UDF പ്രതിനിധീകരിച്ച് അഡ്വക്കേറ്റ് സേനാപതി വേണു, LDF പ്രതിനിധീകരിച്ച് VR സജി, ഒപ്പം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർമാരും വിവിധ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരും നമുക്കൊപ്പം ചർച്ചയിൽ പങ്കുചേരുന്നു. ക്ഷമിക്കണം, മാത്യു ജോണിൽ നിന്ന് തന്നെ തുടങ്ങിയേക്കാം. മാത്യു ജോർജിൽ നിന്ന് തുടങ്ങുന്നു. മാത്യു ജോർജ്, ലളിതമായ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഡീൻ കുര്യാക്കോസ് 1,71,000 വോട്ടുകൾക്കാണ് ഈ മണ്ഡലത്തിൽ നിന്ന് പോയത്. ആ 1,71,000 എന്നുള്ളത് ഡീൻ കുര്യാക്കോസ് ജോയ്സ് പിടിച്ച 51,000-നേക്കാൾ 3 മടങ്ങാണ്. അതിനെ നിങ്ങൾ എങ്ങനെ മറികടക്കും? ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പോവുകയാണ്. ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം പാർലമെന്റ് മണ്ഡലത്തിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വളരെ വ്യക്തമായ ഭൂരിപക്ഷം നേടി. ഈ പാർലമെന്റ് മണ്ഡലത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലിരിക്കുകയാണ്. ശ്രീ ജോയ്സ് ജോർജ് 5 വർഷക്കാലം MP ആയിരുന്ന കാലഘട്ടത്തിൽ വലിയ പുരോഗതിയാണ് ജില്ലയ്ക്ക് ഉണ്ടാക്കിയത്. 4,750 കോടി രൂപയുടെ വികസന പദ്ധതികൾ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നടന്നു. 290 ചർച്ച പാർലമെന്റിൽ അദ്ദേഹം സംഘടിപ്പിച്ചു. 545 ചോദ്യങ്ങൾ ചോദിച്ചു. 9 സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചു. അങ്ങനെ ഇന്ത്യ രാജ്യത്തെ ഒരു പാർലമെന്റ് അംഗം, ഒരു ലോക്സഭാ അംഗം എന്നുള്ള നിലയിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനത്തിനാണ് അദ്ദേഹം. മോശമല്ലായിരുന്നല്ലോ, 90% അറ്റൻഡൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ബില്ലുകൾ, അദ്ദേഹവും ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ ഏതൊരു MP-യെക്കാളും മികച്ച ആവറേജിലാണ് അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ലോക്സഭയിൽ. അതൊക്കെ ഡോക്ടർ പറയുന്നതാണെങ്കിലും നമ്മുടെ നാട്ടിലെ ജില്ലയിൽ ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ അത് ആളുകൾക്ക് അനുഭവേദ്യമായിട്ടില്ല. ഞങ്ങൾക്ക് ബോധ്യമില്ല. കാരണം ഈ ജില്ലയിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ടായി. ആ ജില്ലയിലെ പ്രശ്നങ്ങളിലൊന്നും നമ്മുടെ പാർലമെന്റ് അംഗത്തിൻ്റെ ഇടപെടൽ കണ്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ഡീൻ കുര്യാക്കോസ് MP ആയതിനു ശേഷം 15 ആളുകൾ ഇവിടെ വന്യജീവിയുടെ ആക്രമണം കൊണ്ട് മരണപ്പെട്ടു. 1972 ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ കൊണ്ടുവന്ന ബില്ലാണ് വന്യജീവി സംരക്ഷണ നിയമം. ആ വന്യജീവി സംരക്ഷണ നിയമത്തിന് എതിരായി ഇന്ത്യൻ പാർലമെന്റിൽ അദ്ദേഹം ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ MP ആണ്. ആ വയനാട്ടിൽ ഏറ്റവും കൂടുതൽ വന്യജീവി പ്രശ്നം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയും ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ 1972 കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന് എതിരായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തവണ കോൺഗ്രസ് ഇറക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വനത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുമെന്നും വന്യജീവിയെയും മനുഷ്യനെയും ഒരുപോലെ കാണുമെന്നും രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക നമുക്ക് പരിശോധിക്കാവുന്നു. നമുക്ക് അതിലേക്ക് വരാം. പക്ഷേ അതിന് മുമ്പ് ശ്രീ മാത്യു ജോർജ്, ഒറ്റ ചോദ്യമേ ഉള്ളൂ. 5 MLA-മാർ നിങ്ങളുടേതാണ് ഇടുക്കി.
ആ 5 MLA-മാർ മാത്രമല്ല, കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു MLA കൂടിയായ വനം വകുപ്പ് മന്ത്രി കൂടി നമുക്കുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കേരളത്തിൽ ഇടുക്കിയിലും വയനാട്ടിലും കർഷകരെ നിരന്തരം വന്യജീവി ആക്രമണത്തിന് വിധേയമാകുന്ന കാഴ്ചയാണ്. 45 പേരുടെ ജീവൻ പൊലിഞ്ഞു ഇടുക്കി ജില്ലയിൽ മാത്രം. ഇത്തവണ മാത്രം 5 പേർ. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര നിയമം വന്യജീവി സംരക്ഷണ നിയമത്തെ മറികടക്കണമെങ്കിൽ കേന്ദ്രത്തിൽ തന്നെ ആ വന്യജീവി സംരക്ഷണത്തിന് ഭേദഗതി ഉണ്ടാവണം. അതുണ്ടാവാതെ അത് മറികടക്കൽ പ്രായോഗികമല്ല. അതായത് വന്യജീവി ആക്രമണം ചർച്ചയായാൽ അത് ജോയ്സ് ജോർജിന് അനുകൂലമാകുമെന്നാണ് താങ്കൾ ജോയ്സ് ജോർജിന് അനുകൂലമാകും. ശരി, സേനാപതി, വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നിങ്ങളുടെ MP എന്ത് ചെയ്തു ഈ ഇടുക്കി ജില്ലയിലെ കർഷകരെ വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ എന്നതാണ് ചോദ്യം. പറഞ്ഞത് ജോയ്സ് ജോർജിന്റെ 4500 കോടിയുടെ വികസനത്തിന്റെയാണ്. അതിൽ ആദ്യത്തെ വികസനം ഒരെണ്ണം 2150 കോടി. അത് പളനി ശബരിമല തീർത്ഥാടന ഹൈവേ. അത് ഭൂമി കൂടെ എങ്ങും പോകുന്നില്ല, ഡെയിലിയാ പോകുന്നെന്നുള്ള അവർ പറഞ്ഞാൽ മതി. 4150 അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്ന 2150 എന്ന് പറയുന്നത് പളനി ശബരിമല ദേശീയപാത. അങ്ങനെ ഒരു ദേശീയപാത ഇന്ത്യ മഹാരാജ്യത്ത് ഒരിടത്തുമില്ല. ഇനി ആകാശത്തിൽ കൂടി ഉണ്ടോ എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞിട്ട് അപ്പോൾ അതാണ് ഇവരുടെ വികസനത്തിന്റെ അവകാശവാദം. ഇനി വേറൊരു അവകാശവാദം ഇവർ സമയമില്ലാത്തതുകൊണ്ടാണ്. ഇടുക്കി ഡാമിൽ 20 കോടി രൂപയുടെ അക്വേറിയം പണിതിരിക്കുന്നു എന്നാണ് വേറൊരു അവകാശവാദം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇടുക്കി ഡാമിൽ 20 കോടിയുടെ അക്വേറിയം. അപ്പം ഡോക്ടറും അങ്ങ് പോകുമ്പോൾ നാളെ നേരം വെളുത്തിട്ടാണ് പോകുന്നെങ്കിൽ നോക്കണം ഇടുക്കി ഡാമിന്റെ എവിടെയാണ് ഈ 20 കോടിയുടെ അക്വേറിയം. അങ്ങനെയാണ് ഇവരുടെ അക്വേറിയം ഉണ്ടോന്ന് പറയട്ടെ, കാണാമല്ലോ. അപ്പോൾ ഇതാണ് ഇവരുടെ വികസനത്തിന്റെ അവകാശവാദം. പിന്നെ ഇദ്ദേഹം പറഞ്ഞത് 8 സ്വകാര്യ ബില്ലുകളാണ് ജോയ്സ് ജോർജ് അവതരിപ്പിച്ചതെന്നാണ്. 13 സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചു ഡീൻ കുര്യാക്കോസ്. 90% അറ്റൻഡൻസ്. MP ഫണ്ടിന്റെ 100% വിനിയോഗം കൂടാതെ അതിന് മുമ്പത്തെ MP-ക്ക് ചെലവഴിക്കാൻ പറ്റാത്ത 1,90,72,000 രൂപ അതുകൂടി സ്പിൽ ഓവർ എന്ന് പഞ്ചായത്തിൽ പറയും. പക്ഷേ പാർലമെന്റിൽ അതല്ല, വിനിയോഗിക്കാൻ പറ്റാത്ത തുക സ്പെഷ്യൽ സാങ്ഷൻ മേടിച്ചു. ഞാൻ നാളെ വിവരാവകാശ നിയമം വെച്ച് നമ്മുടെ നാട്ടിൽ ഇതൊന്നും ഒരു എന്താ പറഞ്ഞ അങ്ങനെ ഒളിച്ചും പാത്തും നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. വിവരാവകാശ നിയമപ്രകാരം നിങ്ങളൊരു അപേക്ഷ കൊടുത്തു. അപേക്ഷയിൽ ഞാൻ പറയുന്നു MP ഫണ്ട് ശ്രീ ഡീൻ കുര്യാക്കോസ് 100% വിനിയോഗിച്ചില്ല എന്നാണ് ഇവർ തെളിയിക്കുന്നതെങ്കിൽ ഞാൻ എന്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം. ഏറ്റെടുക്കണമല്ലോ. അദ്ദേഹം അത് തെളിയിക്കണം. 4,44,00,000 രൂപ ചെലവഴിച്ചിരിക്കുന്നു. താങ്കൾ 100 കോടിയും ചെലവഴിച്ചു എന്ന് പറയുന്നു. അങ്ങനെ 100% ചെലവഴിച്ച MP-യുടെ ഒരു പദ്ധതി എടുത്തു പറയാമെന്ന് ഇടുക്കി ജില്ലയിൽ ഒരു പദ്ധതി എന്താ? ഇടുക്കി ജില്ലയിൽ ഏറ്റവും എടുത്തു പറയാവുന്ന ഏറ്റവും ജനങ്ങൾക്ക് ഗുണവും ഇപ്പം നമ്മൾ കാണുന്നത് ഈ കട്ടപ്പനയിൽ നിൽക്കുന്ന ഒരു പദ്ധതി. കട്ടപ്പനയിൽ നിൽക്കുന്നത് അത് ESI കോർപ്പറേഷന്റെ 100 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മുതൽ മുടക്കുന്ന 100 ബെഡുകൾ 150. ആകാശത്തല്ലേ? അവരോട് ചോദിക്കരുത്, അവരുടെ ബൈക്കില്ല. അല്ല, പദ്ധതി ടെൻഡർ നടത്തി കഴിഞ്ഞിരിക്കുന്നു. പദ്ധതിയുടെ നടത്തിപ്പ് വന്നിരിക്കുന്നു. ഇനി അടുത്തത് ചേട്ടൻ എന്തോ പറഞ്ഞു ഇവിടെ, എന്തായിരുന്നു സംഭവം? കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അത് ആകാശത്താണ്, ഇതൊരു ഒന്നും ആയിട്ടില്ല. ടെൻഡർ കൊടുത്തിട്ടില്ല. ടെൻഡർ ആയി ഡോക്ടറെ, ഇത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ടെൻഡർ പൂർത്തീകരിച്ചു. 150 കോടി രൂപ മുതൽക്ക്. അടുത്തത് ചെറുതോണിയിൽ ഒരു പാലം. ആകാശത്തിലല്ല, നമുക്ക് ഭൂമിയിലെ തന്നെ കാണാം. ചെറുതോണിയിൽ ഒരു പാലം 18 കോടി രൂപ. ഏതാ? കേന്ദ്ര ഗവൺമെന്റിന്റെ ആണ്. തന്നെ വന്നതാണോ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി? കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി തന്നെ വന്നതാണോ? കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി ചാടി വന്നതാണോ? കേന്ദ്ര ഗവൺമെന്റ് പദ്ധതി തന്നെ വന്നതാണോ? ഇനി അടുത്തത് കൊച്ചിൻ ധനുഷ്കോടി ദേശീയപാത 1450 കോടിയുടെ. ഇപ്പൊ നേരിമംഗലത്ത് 100 കൊല്ലമായിട്ട് സമാന്തര പാലമില്ലാതിരുന്ന നേരിമംഗലം പാലത്തിന് സമാന്തര പാലത്തോടു കൂടി പണി 1450 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അനുവദിച്ചത് പ്രധാനമന്ത്രിയുടെ വരുന്നു. ഞാൻ വരാം, വോട്ടർമാരിലേക്ക് വരാം. അതിനു മുമ്പ് ചെറുതോണി പാലത്തിന് ഒരു ക്ലാരിറ്റി വരുത്താനുണ്ട്. 2018 MP ആയിരുന്ന ജോയ്സ് ജോർജിന്റെ പ്രപ്പോസലാണ് ഈ വന്നിരിക്കുന്ന പാലം. അല്ലാതെ കാലഘട്ടത്തിൽ MP അല്ലല്ലോ.
അദ്ദേഹത്തിന്റെ പ്രപ്പോസൽ സിഗ്നേച്ചർ ബ്രിഡ്ജ് എന്നാണ് അതിന്റെ പേര്. 250 കോടി രൂപയുടെ പ്രപ്പോസൽ. അത് കേന്ദ്ര എന്താ പറഞ്ഞ നാഷണൽ ഹൈവേ അതോറിറ്റി അത് ചവിറ്റുകോട്ടയിലിട്ട് ഇട്ടിട്ട് പറഞ്ഞു 250 കോടിക്കൊന്നും ചെറുതോണി പാലം പണിയാൻ പറ്റത്തില്ല. അതിനുശേഷം ഞങ്ങൾ കൊടുത്ത 22 കോടിയുടെ പ്രൊജക്ട് 18 കോടി രൂപ കൊണ്ട് പാലം പണി പൂർത്തീകരിച്ചു. അതാണോ മാത്യു? അതായത് 250 കോടിയുടെ നടക്കാത്ത ഒരു സിഗ്നേച്ചർ പദ്ധതിക്ക് പകരം റിയലിസ്റ്റിക് ആയ പദ്ധതി നടപ്പിലാക്കിയത് ഡീലാണെന്നാണ് 2018-2019 എംപിയുടെ കാലാവധി കഴിഞ്ഞ പ്രപ്പോസലിന്റെ ഭാഗമായിട്ട് ഈ കൊടുത്ത പ്രപ്പോസലിന്റെ ഭാഗമാണ് ഈ പ്രളയം ഉണ്ടാകുന്നതാണ് ഇതിന് കാരണമെന്ന് പറയുന്നത്. പ്രളയം ഉണ്ടാകുമ്പോൾ എം പി ആരാ? പ്രളയം ഉണ്ടാകുമ്പോൾ ജോയ്സ് ജോർജ് ആണ്. ശരി, നമുക്ക് അവകാശവാദങ്ങളിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീരാജൻ നോക്കൂ, ഈ എം പി ഇവിടെ നടപ്പിലാക്കിയ പദ്ധതികളുണ്ട്. ഒരു ഭാഗത്ത് മൈനോറിറ്റി വോട്ട് ബാങ്ക് കൂടുതലുള്ള ഒരു മണ്ഡലമാണ്. കർഷകർക്കെതിരെ വന്യജീവി ആക്രമണം, മൈക്ക് ശരിയാണ് സാർ, കർഷകർക്കെതിരെ വന്യജീവി ആക്രമണം വളരെ ശക്തമായി നടക്കുന്നു. കേന്ദ്ര സർക്കാർ ഇടപെടുന്നില്ല, അനങ്ങുന്നില്ല. ഇതൊക്കെ ഇരു മുന്നണികളും പറയുന്നു. ഇവിടെ എവിടെയാണ് സംഗീത വിശ്വനാഥൻ ഒരു ചാൻസ് കിട്ടുക? അപ്പോൾ എനിക്ക് പറയാനുള്ളത് സത്യത്തിൻ്റെ രാഷ്ട്രീയമാണ് എൻ്റെ രാഷ്ട്രീയം, എൻ ഡി എയുടെ രാഷ്ട്രീയം. ഇവിടെ വ്യക്തിപരമായ തെരഞ്ഞെടുപ്പല്ല. രണ്ട് എം പിമാരുടെ മുൻ എം പി ഇപ്പോഴത്തെ എം പി വ്യക്തിപരമായി വിലയിരുത്തേണ്ട കാര്യമില്ല. അവർക്ക് വ്യക്തിപരമായ കഴിവുകളുണ്ട്. പക്ഷേ അതിനെ ബേസ് ചെയ്തല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇടുക്കി എം പി ഇപ്പോഴത്തെ സിറ്റിംഗ് എം പി, ആ എം പിക്ക് മുമ്പ് നമ്മുടെ എം പിമാരുണ്ടായിരുന്നു. 1977 ഇന്ത്യയുടെ കരുത്തനായ സി എം സ്റ്റീഫൻ, സി പാലാക്കായ മാത്യു, സി പി സി ചാക്കോ, 1.5 ലക്ഷം വോട്ടിലധികം ഭൂരിപക്ഷം സി പി ജെ കുര്യൻ അടക്കമുള്ള കോൺഗ്രസിന്റെ എം പിമാരെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും പരാജയപ്പെട്ട കഴിവുകെട്ട എം പിയാണ് ഇപ്പോഴത്തെ ഡീൻ കുര്യാക്കോസ്. കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവർ രണ്ടുപേരും അവകാശപ്പെട്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 10 വർഷമായി ഈ ജില്ലയിൽ കാര്യം നടന്നിട്ടുണ്ടത്. ജില്ലയിൽ 10 വർഷം ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടായിരുന്നു എന്ന കാര്യം പറയാനുള്ള രാഷ്ട്രീയ മര്യാദ എൻ്റെ സുഹൃത്തുക്കൾ കാണിക്കണം. അവരുടെ ആ കേന്ദ്ര ഗവൺമെന്റ്, നിതിൻ ഗഡ്കരി, ഇവിടെ ആളുകൾ മൂന്നാറിൽ നിന്ന് വെളിയിൽ നിന്ന് കേരളത്തിന്റെ പല പ്രദേശത്തും വന്ന ആളുകൾ സെൽഫി എടുക്കാൻ വരുന്നത് നിതിൻ ഗഡ്കരിയുടെ മൂന്നാർ ബോഡിമെട്ട് റോഡിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കാൻ വരുന്നതാണ്. ഇതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കാര്യം പറയരുത്, മനസ്സിലായോ? അതുകൊണ്ട് ഇവിടെ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ 10 വർഷം ദേശീയ ജനാധിപത്യ സഖ്യ ഗവൺമെന്റ് അനുകൂലമായ ഒട്ടേറെ കാര്യം ചെയ്തിട്ടുണ്ട്. എൻ്റെ ബഹുമാനായ നമ്മുടെ കോൺഗ്രസ് നേതാവ് ശ്രീ അനശ്വരനായ അല്ലെങ്കിൽ അന്തരിച്ച ശ്രീ പി ടി തോമസ്, അദ്ദേഹത്തെ മരിച്ചപ്പോൾ കുറ്റം പറഞ്ഞല്ല. അദ്ദേഹം എം പി ആയതിന്റെ സന്ദർഭത്തിൽ 5 വർഷം ഞങ്ങൾ ഒന്നിച്ചു മത്സരിച്ചാണ്. അദ്ദേഹം തീമഴയാണ് ഇടുക്കിക്ക് നൽകിയത്, മനസ്സിലായോ? മാധവ ഗാഡ്ഗിൽ കസ്തൂരി രംഗൻ ഡിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇടുക്കിയിൽ തീമഴയാണ് പെയ്തത്. അതിന്റെ വലിയ പ്രക്ഷോഭം ഉയർന്നു വന്നു. അതിന്റെ ആത്മാവായി അച്യുതണ്ടായി പ്രവർത്തിച്ചത് ഇടുക്കി രൂപത പിതാവായിട്ടുള്ള മാർ ആനിക്കുഴിക്കാരൻ. അദ്ദേഹം കാലം ചെയ്തു പോയി. അദ്ദേഹത്തിന്റെ ഒക്കെ മേൽനോട്ടത്തിലാണ് വലിയ സമരം നടന്നത്. അതിന്റെ പ്രോഡക്റ്റ് ആണ് സി ജോയ്സ് ജോർജ്. അദ്ദേഹം പിന്നീട് മാർക്സിസ്റ്റ് പാർട്ടിയിൽ അഭയം തേടി എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ തീമഴയുടെ കാര്യത്തിൽ അക്കാലത്ത് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇത്ര വലിയ സമരം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ആശങ്ക ചെയ്യേണ്ട. 2014 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വരും. കസ്തൂരി രംഗൻ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് ഞങ്ങളെടുത്ത് തൂരക്കളയെന്ന് പറഞ്ഞു. കളഞ്ഞോ? നിങ്ങൾ പറയാം, കളഞ്ഞു. എവിടെയാണ്? 123 വില്ലേജുകളെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാനുള്ള റിപ്പോർട്ട് കേരള ഗവൺമെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല. കൊടുത്താൽ ഇടുക്കിയിലെ കൃഷിക്കാർക്ക് 120 വില്ലേജുകൾക്ക് അനുകൂലമായ തീരുമാനമെടുക്കുമെന്നാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബഫർ സോണുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, ബഫർ സോണുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക UDF LDF വലിയ പ്രക്ഷോഭം നടത്തിയിരുന്നു. ആ പ്രക്ഷോഭം നടത്തിയ സമയത്ത് ഞങ്ങൾ എന്താ ചെയ്തത്? കേന്ദ്ര ഗവൺമെന്റ് സുപ്രീം കോടതി വിധിയായിരുന്നു ബഫർ സോണിന്റെ ദൂരം സംബന്ധിച്ച്. ഇന്ത്യ ഗവൺമെന്റ്, നമ്മുടെ കേരളത്തിലെ ബിഷപ്പുമാര്, രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം നമ്മുടെ മന്ത്രിമാരെ വന്നു കണ്ട് സുപ്രീം കോടതിയിൽ കേന്ദ്രത്തിന്റെ അഫിഡവിറ്റ് കൊടുത്ത് ആ ആശങ്കയും പരിഹരിച്ചു. മനസ്സിലായോ? ഏറ്റവും അവസാനം ചെയ്ത ഒരു കാര്യം കൂടി പറയാം. ഇവിടെ 1958 മുതൽ ഗൗരിയമ്മ പട്ടയം കൊടുത്ത അന്ന് മുതൽ പട്ടയം എന്ന് നടക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട തടസ്സം 1980 വനനിയമമായിരുന്നു. എന്റെ സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, 2023 ഡിസംബറിൽ കേന്ദ്രം ഒരു സുപ്രധാനമായ നിയമം കൊണ്ടുവന്നു, കേന്ദ്ര വന സംരക്ഷണ നിയമ ഭേദഗതി നിയമം. അന്ന് നമ്മുടെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ആ ചർച്ചയിൽ പങ്കെടുക്കാതെ ബഹിഷ്കരിക്കുകയായിരുന്നു ചെയ്തത്. മനസ്സിലായോ? ആ നിയമത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? 1996 ഡിസംബർ 28 മുമ്പ് ഈ ഭൂമിയിൽ താമസിക്കുന്ന ഏതെങ്കിലും ഒരാള് അവരുടെ കൈവശം ഈ ഭൂമി ഉണ്ടായിരുന്നു എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഏതെങ്കിലും റെക്കോർഡോ
അവിടെയുള്ള വൃക്ഷങ്ങളുടെ മരമോ നോക്കി നിശ്ചയിച്ചാൽ ആ ഭൂമി ഇനി വനം വകുപ്പിന് ഏറ്റെടുക്കാൻ പറ്റില്ല. അത് നമ്മുടെ സ്വന്തം ഭൂമിയാണെന്ന നിയമ ഭേദഗതിയാണ് വെച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ രണ്ടുപേരും ഞാൻ വരാം. പക്ഷെ അപ്പോഴും എന്റെ ചോദ്യം ബാക്കി നിൽക്കുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ജീവനുണ്ടായിട്ട് വേണമല്ലോ സ്വന്തം ഭൂമി കിടന്നുറങ്ങാൻ. ഈ വന്യജീവി ആക്രമണം നേരിടുന്നതിന് വന്യജീവി നിയമം 1972 തടസ്സമായിരിക്കെ അത് ഭേദഗതി ചെയ്യാൻ സർക്കാർ എന്താ ബുദ്ധിമുട്ട്? ഒരു സംസ്ഥാനം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ രണ്ട് സുഹൃത്തുക്കളുടെ പാർട്ടി ഇവിടെ കേരളം മാറി മാറി ഭരിച്ചു. കേരളത്തിന്റെ നിയമമല്ല, അത് കേന്ദ്ര നിയമമാണ്. ഞാൻ പറയാം ഡോക്ടർ അരുൺ, കേന്ദ്ര നിയമം എന്തുകൊണ്ട് മാറ്റാൻ പറ്റുന്നില്ല? നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ചോദിക്കുന്നതല്ലേ ഭൂമേന്ദ്ര യാദവ് ഒന്ന് പോകുന്നു. തോക്കിൽ കയറി വെടിവെക്കാതെ ഞാനൊന്ന് ഉത്തരം പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഈ സംസ്ഥാന ഗവൺമെന്റുകൾ ഈ രാജ്യത്ത് ആവശ്യപ്പെടണം മറ്റൊരു കാര്യം. ഇപ്പോഴും ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന, ജനങ്ങളെ കൊല്ലുന്ന അക്രമകാരിയായിട്ടുള്ള ഈ ജീവികളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിലെ അത് എങ്ങനെയാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ തീരുമാനിക്കുക? ചീഫ് വൈൽഡ് ലൈഫ് വാർഡനിലാണ്. അരുൺ, ഞാൻ പറഞ്ഞുതരാം. ഇതേ നിയമം രാജ്യമെമ്പാടുമുണ്ട്. കർണാടകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷിക്കാർ, അത് വലിയ കാർഷിക ഭൂമിയാണ് കർണാടകം. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശല്യമായിരുന്നു മയിലുകൾ ഓടി വന്ന് എല്ലാ ഫലഭൂയിഷ്ടമായ ഫലങ്ങളും നശിപ്പിക്കുക. കോൺഗ്രസ് ഗവൺമെന്റ് സമയത്താ ഇതേ കേന്ദ്ര ഗവൺമെന്റ് ഇരിക്കുമ്പോഴാ അവരാണ് മന്ത്രിമാർ പോയി കണ്ട് മനസ്സിലായോ? ഈ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഒറ്റ ദിവസം കൊണ്ട് അവിടുത്തെ മുഴുവൻ മയിലുകളെയും ആത്മീയമായ പരിവേഷമുള്ള ഭഗവാന്റെ വാഹനമായ ആ മയിലുകളെ കർണാടകത്തിൽ വെടിവെച്ചു കൊന്നതാണ് മോദിയുടെ സർക്കാരാണ്. പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾ ഇടുക്കിയിലും വയനാട്ടിലും ആ മോദി സർക്കാരിന്റെ പ്രവർത്തനം കാണുന്നില്ല? അല്ല, അത് പിണറായി വിജയൻ നട്ടല് വേണം. പിണറായി വിജയൻ നട്ടല് വേണം. മോദി സർക്കാർ പിണറായി സർക്കാരിന്റെ നട്ടല്. മോദി സർക്കാരിന് ഉത്തരവിടാൻ പിണറായി സർക്കാരിന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രി വന്ന് പറയുകയും ഒരു ഓർഡിനൻസ് കൂടി പുറത്തിറക്കിയ പശ്ചാത്തലത്തിലെ 10 ലക്ഷം രൂപ കൊടുത്തത് 54 പേര് ശാന്തമ്പാറയിൽ അരിച്ചു വീണിട്ടുണ്ട്. ആന കുത്തി മനസ്സിലായോ? 10 ലക്ഷം രൂപ കൊടുത്തത് ഇപ്പോഴല്ലേ മനസ്സിലായത്? കേന്ദ്ര ഫണ്ടിൽ നിന്ന് LDF ഗവൺമെന്റ് 5 പൈസ കൊടുത്തിട്ടില്ല. ശരി, മറുപടി വരാം. അതിന് മുമ്പ് പറഞ്ഞു എന്താണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന വിഷയം? അതല്ല, ഇപ്പൊ എനിക്ക് രാജനോട് ചോദിക്കാനുള്ളത്, കേന്ദ്ര വന നിയമം നിങ്ങൾ അമെന്റ്മെന്റ് ചെയ്യാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണല്ലോ. നിങ്ങളല്ലാതെ ഇന്ത്യൻ ഭരണഘടനയിൽ വരുന്ന പല നിയമങ്ങളും നിങ്ങൾ അമെന്റ്മെന്റ് ചെയ്യുന്നുണ്ട് 5 മിനിറ്റ് കൊണ്ട്. മനുഷ്യനെ കൊല്ലുന്ന വന്യജീവികളെ നിങ്ങൾ സംരക്ഷിക്കുന്നു. മനുഷ്യന് എന്ത് വിലയാണ് കേന്ദ്രം നൽകുന്നത്? കേരളത്തിന് നട്ടലുള്ള ഒരു CM ആണ് ഭരിക്കുന്നത്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ കേന്ദ്രത്തിലെ മോദിക്ക് എന്തുകൊണ്ട് കേന്ദ്ര വന നിയമം അമെന്റ്മെന്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ ഒരു ചോദ്യം. അതേപോലെ തന്നെ എന്തുകൊണ്ടാണത്തമില്ല ഞാൻ ചോദിക്കട്ടെ. ഒരു കാര്യം കൂടെ ഒറ്റ കാര്യം ശ്രീനഗർ രാജേട്ടൻ പറയുന്നത് ഇപ്പം കേരളത്തിലെ CM നട്ടലില്ലെന്ന്. അതല്ല വിഷയം. കേന്ദ്രത്തിന്റെ കീഴിലെ ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്ക് സ്വത്തിനും ജീവന സംരക്ഷണം നൽകാൻ നിങ്ങളുടെ കേന്ദ്രത്തിൽ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കേന്ദ്ര നിയമത്തിന്റെ പരാജയമാണത്. അതല്ലെന്ന് സമ്മതിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറയൂ. അതാ ഞാൻ പറഞ്ഞത്, ഞങ്ങൾക്ക് സ്വാധീനമുള്ളതും ഞങ്ങൾ ഭരിച്ച സംസ്ഥാനത്തിലെ കർണാടകത്തിന്റെ ഉദാഹരണം ഞാൻ കാണിച്ചു. പിന്നെ ഞാൻ പറയട്ടെ, മോദി സർക്കാർ 2024 തെരഞ്ഞെടുപ്പിൽ 370+ 400-ലധികം സീറ്റ് അധികാരത്തിൽ വരുമ്പോ പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മാത്രമാ, രാഹുൽ പറഞ്ഞിട്ടില്ല, എന്റെ പ്രിയപ്പെട്ട LDF പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിട്ടില്ല? പ്രകടന പത്രികയിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ആദ്യമായി ഇത് ചെയ്യും. 10 കൊല്ലം മുന്നേ മോദി സർക്കാർ ഭരണത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ പെട്രോളും ഇന്ത്യയുടെ പാചകവാത വിലയും എത്രയാണെന്നുള്ളത് അറിയാവോ? അന്ന് നിങ്ങളുടെ ഒരു താത്വികനായ ഒരാൾ പറയുന്നുണ്ട് എന്തുകൊണ്ട് പെട്രോളിന് വില കൂടിയെന്ന് പറഞ്ഞപ്പോൾ കേന്ദ്ര സഹമന്ത്രി V മുരളീധരൻ പറഞ്ഞ ഡയലോഗ് ഞങ്ങൾക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ കേരളത്തിലെ പെട്രോൾ വില എത്രയാണെന്നറിയാവോ? അതേപോലെ തന്നെ പാചകവാതക വില എത്രയാണെന്നറിയോ? 10 കൊല്ലം മുന്നേ. ചേട്ടാ, എന്താണ് മണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്? ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ കർഷകരുടെ പ്രശ്നങ്ങൾ തന്നെയാണ്. ആരാണ് പരാജയം? സംസ്ഥാന സർക്കാരാണോ, കേന്ദ്ര സർക്കാരാണോ, അതോ സിറ്റിംഗ് MP ആണോ? സംസ്ഥാന സർക്കാർ ഇവിടെ ഈ ഭൂനിയമങ്ങളൊക്കെ ഭേദഗതി ചെയ്ത് ഇവിടുത്തെ കർഷകരെയും ഇവിടെ ജീവിക്കുന്നവരെയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ നിയമങ്ങളും പാസ്സാക്കി കേന്ദ്രത്തിലേക്കും, അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ഗവർണറുണ്ട്. നമ്മുടെ നികുതി പണം കൊണ്ട് ഇവിടെ ഒരു രാജാവിനെ പോലെ ജീവിക്കുന്ന ഗവർണർ ആ ഒരു ബില്ല് ഒപ്പിട്ട് കഴിഞ്ഞാൽ ഈ ഇടുക്കി ജില്ലയിലെ അതുപോലെ തന്നെ വയനാട്ടിലെ തന്നെ 90% ഭൂപ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാവും. അതോടുകൂടി ഇവിടുത്തെ കാർഷിക വിളകൾക്ക് ഇവരുടെ പ്രധാനമന്ത്രി 10 വർഷം മുമ്പ് വന്നപ്പോൾ ഏറ്റവും ആദ്യം ഇവർ പ്രകടനത്തിൽ പറഞ്ഞത് കർഷകർക്ക് അവരുടെ
വിളകൾക്കുണ്ടാകുന്ന ചെലവിന്റെ 50% അധികം താങ്ങുവാന സ്വാമിനാഥൻ. തരുമെന്ന് പറഞ്ഞു സംവിധാന കമ്മീഷൻ പ്രകാരം. അത് കഴിഞ്ഞ് ഈ ഇന്ത്യയിലെ കർഷകരെ മുഴുവൻ ചുട്ടരിക്കുകയാണ് ചെയ്തത്. ഇവരുടെ എം പിയുടെ മകൻ വാഹനമേറ്റി കൊന്നു എത്രയാരും കർഷകർ മരിച്ചു വീണു. ഇവരേത് കർഷകർക്ക് വേണ്ടി ഇവിടെ നിലകൊള്ളുന്നത്? ഇടുക്കിയിലെ BJP-ക്കാരോട് ചോദിക്കുന്നത്, നിങ്ങളൊക്കെ ഒരു കർഷകരാണ് സത്യത്തിൽ? ഇവിടുത്തെ കർഷകർ അനുഭവിക്കുന്നത് നിങ്ങൾ പ്രധാനമന്ത്രി കൊടുത്ത ആ ഒരു വാഗ്ദാനത്തിന്റെ ഒരു 10-ലൊന്നെങ്കിലും, ഇപ്പോഴും കുറെ വാഗ്ദാനങ്ങൾ മാത്രം തന്നിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം കർഷകരുടെ പ്രശ്നമാണ്. നിങ്ങൾ കർഷകരാണോ? അതെ, ഞാനൊരു കർഷകൻ തന്നെയാണ്. എൻ്റെ കൃഷി കുരുമുളക് കൃഷിയാണ്. എനിക്ക് വർഷത്തിൽ 6000 രൂപ പ്രധാനമന്ത്രിയുടെ എൻ്റെ വൈഫിൻ്റെ പേരിൽ പട്ടയം കിടക്കുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഈ എൻ്റെ വാർഡിൽ 264 വീടുള്ള 157 കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് അടക്കം 34,000 രൂപ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. കാരണം ഈ വീട്ടിൽ കയറി ബോഡിക്ക് വേണ്ടി ഞാൻ വോട്ട് ചോദിച്ചതാ, അങ്ങനെ അറിയാം. അതുകൊണ്ട് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കീഴിലുള്ള കൃഷിഭവനിൽ 5012 കുടുംബങ്ങൾക്ക്, അതായത് പകുതി കുടുംബങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധി കിട്ടുന്നുണ്ട്. ഇനി മോദി സർക്കാരിന്റെ കാലത്ത് കർഷക ആത്മഹത്യ കൂടുന്നതിന്റെ കാരണം എന്താ? അതെന്താ കാരണം? അതല്ല കാരണം, വിളകൾക്ക് വേണ്ട വില കിട്ടുന്നില്ല. ഉണക്കാണ്, വിളകൾക്ക് വില കിട്ടുന്നില്ല. എന്താ കാര്യം? അത് കേന്ദ്രത്തിന് കുഴപ്പമാണോ? ഇവിടെ ഞാൻ ചോദിച്ചോടെ, കേന്ദ്രം ഭരിക്കുന്നതാണ്, പിന്നെ ഇവിടെ മോഡിയൊക്കെ ഭരിച്ചാ പോരെ? അതാ പറയുന്നത്, ഈ പ്രാവശ്യം മോഡിക്കോടി രണ്ടാടില്ല. ഇനി ആര് ചോദിച്ചോടെ, ഈ 17 കോടി രൂപയാണ് ഈ MP-ക്ക് ഈ വർഷം കിട്ടിയത്. അയാൾ നടത്തേക്കുന്ന പരിപാടി ഏതാണ്ട് 10,000 കോടി പരിപാടിയാണ്. അത് ശരിയാണോ? ചോദിക്കാം. ഒരു പ്രതികരണം കൂടി വളരെ പെട്ടെന്ന്. ചേട്ടാ മുമ്പോട്ട് വന്നേ ചോദിച്ചേ. ഇപ്പൊ 6,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞു. BJP പ്രതിനിധി പറഞ്ഞു 6,000 രൂപ ഇവർക്ക് കിട്ടുന്നുണ്ട്, കർഷകർക്ക് കിട്ടുന്നുണ്ട്, കിസാൻ. അതെ. അപ്പൊ ഇവിടെ ഗ്യാസിന്റെ സബ്സിഡി എവിടെയാണെന്ന് ഇവർ പറയണം. അതുപോലെ കള്ളപ്പണം പിടിച്ചിട്ട് 15 ലക്ഷം രൂപ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വരുമെന്ന് പറഞ്ഞത്. അതുപോലെ 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞു. ശരി ചേച്ചി, ഇതാണ് ചോദ്യം. 6,000 രൂപ കിസാൻ സമ്മാൻ നിധി കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ഗ്യാസിന്റെ വില കൊടുത്താൽ 3-4 മാസത്തെ ഗ്യാസിന്റെ വില കൊടുത്താൽ 6,000 കഴിയൂലേ? പറഞ്ഞോ. ഗ്യാസിന്റെ വില വർധനവ് ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ പ്രദേശത്ത് 11 കോടി പേർക്ക് ഞാനിത് പറഞ്ഞോട്ടെ, പറയട്ടെ, ഗ്യാസ് ഏജൻസിക്ക് പോയാൽ മതി. 11 കോടി പേർക്ക് ഗ്യാസ് കണക്ഷൻ ഉജ്ജൽ യോജന വഴി എല്ലാ കുടുംബങ്ങളിലും ഗ്യാസ് കണക്ഷൻ കിട്ടുന്നുണ്ട്. നിങ്ങൾ ഒരെണ്ണമെങ്കിലും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇല്ലല്ലോ. കേന്ദ്ര സർക്കാർ കൊടുത്ത പദ്ധതിയാണ് ഉജ്ജൽ യോജന പദ്ധതി. അത് സാധാരണക്കാർക്ക് 300 രൂപ സബ്സിഡി അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ 300 രൂപ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പിന്നെ കിസാൻ സമ്മാന നിധി അല്ല, ഇവിടെ ജൽജീവൻ മിഷൻ എന്ന് പറയുന്ന പദ്ധതി വഴി എല്ലാ വീടുകളിലും ടാപ്പ് വഴി വീടുകളിൽ കുടിവെള്ളം എത്തിക്കണം. മുഴുവൻ ഫണ്ട് കേന്ദ്ര സർക്കാർ കൈമാറിയതാണ്. എന്തുകൊണ്ട് നിങ്ങൾ നടപ്പിലാക്കുന്നില്ല? നിങ്ങളൊന്ന് കണക്ക് പറഞ്ഞ് ഞങ്ങൾ വീടുകളിൽ കയറി എനിക്ക് ബ്രേക്ക് വേണം. ചേച്ചി പറഞ്ഞു, ഞാൻ രണ്ടാമത് വരാം. ശ്രീ രാജൻ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. അത് ഉജ്ജ്വൽ ഗ്യാസ് യോജനയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ചർച്ചയായതുകൊണ്ടാണ്. നമ്മൾ ഫ്രീ ആയിട്ടൊരു ഗ്യാസ് കണക്ഷൻ കൊടുത്തു. അതിനുശേഷം എത്ര ഗ്യാസ് നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും? ഗ്യാസ് കുറ്റി ഫ്രീ ആയിട്ട് കൊടുക്കും? സിലിണ്ടർ മനസ്സിലായില്ല? എത്ര സിലിണ്ടർ ഫ്രീ ആയിട്ട് കൊടുക്കും? എന്തിനാ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? എത്ര പറയും? പിന്നെ ഫ്രീ ഗ്യാസ് യോജന സബ്സിഡി ഉണ്ട്. എത്ര കൊടുക്കും? ശരി, ഇപ്പൊ എത്ര വില? അവർക്ക് 800 രൂപയാണ്. പാവപ്പെട്ട സബ്സിഡിയുള്ള ആൾക്ക് 800 രൂപയാണ് കൊടുക്കുന്നത്. 2014 എത്രയായിരുന്നു? ഞാൻ ചോദിക്കട്ടെ, മോദി സർക്കാർ ഡിജിറ്റൽ സംവിധാനം കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്ന പല ആളുകളും എന്താണോ ഊഹക്കച്ചവടമായിരുന്നു. ഇപ്പൊ ഓൺലൈനാണ് ബിസിനസ്. മനസ്സിലായോ? ഈ സാധനം എവിടെ മറുപടി വേണം സേനാപതി. മറുപടി നോക്കൂ. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനത്തിലൂടെ കേന്ദ്ര സർക്കാർ ഇടുക്കി വികസനത്തിന്റെ തേന്മഴ ഒഴുക്കിയതാണ്. ഞാൻ സേനാപതിയിലേക്ക് വരാം. എനിക്ക് ഒരു ചെറിയ ഇടവേള വേണം. ഇടവേളയ്ക്ക് ശേഷം ഞാൻ സേനാപതിയിലേക്ക് വരാം. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും പ്രേക്ഷകർക്കൊപ്പം ചേരുന്നു. കട്ടപ്പനയിൽ നിന്നാണ് നമ്മൾ പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. വന്യജീവി ആക്രമണമടക്കമുള്ള വിഷയങ്ങൾ, ഒപ്പം ഭൂനിയമ പ്രശ്നങ്ങൾ, കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ, വിളയ്ക്ക് വിലയില്ലാത്തതടക്കമുള്ള പ്രശ്നങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ബാധിക്കും? ഒപ്പം കേരള സ്റ്റോറിയും മണിപ്പൂരും അടക്കമുള്ള മറ്റു വിഷയങ്ങളും, ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും എങ്ങനെയാണ് സേനാപതി? ഇതാ നോക്കൂ, ഇവിടെ രാജൻ ചേട്ടൻ പറഞ്ഞ വിഷയങ്ങളിലേക്ക് വന്നാൽ എന്താണ് ആ വിഷയങ്ങളിലേക്ക് നമ്മൾ വരിക? 2 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. ഒന്ന്, കർഷകർക്ക് എന്താണ് NDAയുടെ കാലത്ത് നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇവിടെ ഓരോരോ കാര്യങ്ങളായി വിശദീകരിച്ചു രാജൻ. മറുപടി രാജൻ ഒരു മറുപടി 2 മിനിറ്റ് എനിക്ക് തന്നേച്ചാൽ മതി.
ഒന്നാമത്തെ കാര്യം രാജൻ പറഞ്ഞത് കുറെ എം പിമാരുടെ പേര് അദ്ദേഹം പറഞ്ഞു, CM സ്റ്റീഫൻ മുതൽ. അതിനിടയ്ക്ക് ഇടതുപക്ഷത്തിന്റെ എം പിമാരുണ്ടായിരുന്നു, CMM ലോറൻസ്, ഇപ്പോൾ കോട്ടയത്ത് മത്സരിക്കുന്ന ഫ്രാൻസിസ് ജോർജ് ഇടതുപക്ഷത്തിന്റെ എം പി ആയിരുന്നു. ഇതൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോ ഞാൻ പറയുന്നു, ഈ കഴിഞ്ഞ 77 ഈ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇന്ന് വരെയുള്ള എം പിമാരുടെ എണ്ണം പരിശോധിച്ചാൽ ഇടുക്കി മണ്ഡലത്തിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനവും ഏറ്റവും കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള എം പി എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. അത് പാർലമെന്റിനകത്തും എന്തുകൊണ്ടെന്നാൽ ഇപ്പോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഇപ്പൊ മൂന്നാർ ധനുഷ്കോടി ദേശീയപാത, അത് എം പി ഇല്ലെങ്കിലും ആ ദേശീയപാത വരും. അതെങ്ങനെ വരും സാർ? എം പി ഇല്ലാതെ ഈ ദേശീയപാത വരും. എങ്ങനെ വരും? ഈ പദ്ധതി കൊടുത്തിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്നത് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പാണ്. നിങ്ങൾ ഇടുക്കിയിൽ എം പിയുടെ സഹായമില്ലാതെ വന്ന ഒരു ഹൈവേയുടെ പേര് പറ. ഇടുക്കിയിൽ എം പിമാര് പ്രപ്പോസ് ചെയ്ത് അവർ കൊണ്ടുവന്ന അല്ലാത്ത ഒരു ഹൈവേയുടെ പേര് പറ. എങ്കിൽ എന്തുകൊണ്ടാണ് കേരള സംസ്ഥാനം മാത്രം ഈ ദേശീയപാത വികസനത്തിന് 5200 രൂപ കൊടുക്കേണ്ടി വന്നത്, കോടി രൂപ കൊടുക്കേണ്ടി വന്നത്? നിങ്ങളുടെ എം പി കൊണ്ടുവന്ന പ്രപ്പോസൽ ഇടത് സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്തത് അതിവര് പറയണം. ഇവര് പറയണം. കാരണം ദേശീയ തലത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് അടയ്ക്കുന്ന വിഹിതത്തെക്കാൾ കൂടുതൽ കേരളത്തിൽ നിന്ന് വിഹിതം ഇവർ മേടിക്കുന്നു. ആ വിഹിതം കൊടുക്കുന്നതുകൊണ്ടാണ് 5600 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ വിഹിതമായിട്ട് മാറിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഈ പദ്ധതി ഒന്ന് കൊണ്ടുവരാനും ഇതിന്റെ മുന്നിൽ നിൽക്കാനും ഇതിന്റെ പ്രപ്പോസലുകൾ ഈ മന്ത്രാലയങ്ങളിലും ഒക്കെ പോയി ഇതിന്റെ പേപ്പറുകൾ കൊണ്ടുവന്ന് മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയുടെയോ മൂന്നാർ ധനുഷ്കോടി ദേശീയപാതയല്ല, ഇടുക്കിയിൽ വന്നിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള മുഴുവൻ പദ്ധതികളുടെയും വികസനം ഡീൻ കുര്യാക്കോസ് ആണ് ഏകോപിപ്പിച്ചിരിക്കുന്നതെന്നാണ്. എങ്കിൽ ഒറ്റ ചോദ്യം, ഈ വനനിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരു ചോദ്യം ചോദിച്ചോ? ഒരു ചോദ്യമല്ല. വനനിയമം ഭേദഗതി ചെയ്യുന്നതിന് ഒരു ചോദ്യമല്ല, 4 പ്രാവശ്യം വനനിയമം ഭേദഗതി ചെയ്യുന്നതിന് സ്വകാര്യ ബില്ല് അവതരിപ്പിച്ച ആളാണ്. സ്വകാര്യ ബില്ലൊന്നും നിൽക്കത്തില്ലല്ലോ സാർ. നോക്കൂ, ഈ സ്വകാര്യ ബില്ലുകൾ എന്നൊക്കെ പറയുന്നത് അതിൽ സ്വാഭാവികമായി കാട്ടിൽ കളയുന്നതിന് തുല്യമാണ്. അതൊന്നും പാസ്സാക്കിയ കാര്യമല്ല. പക്ഷേ എന്ത് സമരമാണ് നടത്തിയത്? വന്യജീവി നിയമത്തിന്റെ ഭേദഗതി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡീൻ കുര്യാക്കോസ് പാർലമെന്റിൽ ഉയർത്തിയ ശബ്ദം താങ്കൾക്ക് കേൾപ്പിക്കാമോ? അല്ല, പാർലമെന്റിനകത്ത് നിരവധി തവണ ഈ ചോദ്യം ഉയർത്തുകയും അതിന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ മറുപടി എന്താണെന്നറിയോ? കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവിന്റെ മറുപടി എന്താണെന്നറിയോ? വനനിയമത്തിലെ സെക്ഷൻ 11(1)(a) അത് സംസ്ഥാന ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന് കേന്ദ്രമന്ത്രി ശ്രീ ഡീൻ കുര്യാക്കോസിന് കൊടുത്ത മറുപടി പാർലമെന്റിന്റെ രേഖ. നോക്കൂ, ഒരു ഫെയിൽഡ് ആയിട്ടുള്ള എം പി ആണെന്ന് പറയുമ്പോഴും ഈ മണ്ഡലത്തിൽ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഡീനിന്. കേന്ദ്ര സർക്കാർ അതിന് പദ്ധതി കൊടുത്തിട്ടുണ്ടെന്ന് രാജനും പറയുന്നു. എന്താണ് നിങ്ങളുടെ പഴയ കാലത്തെ എം പിക്ക് ഇനി ഇവരുടെ ഈ വാദത്തിനിടയിലേക്ക് കയറാനുള്ള ഇടം? 4.5 കോടി രൂപ അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല. അതേപോലെ തന്നെ വന്യജീവി നിയമവുമായി ബന്ധപ്പെട്ട് ദേശീയപാതയുടെ കാര്യത്തിൽ ഈ പറയുന്നതെല്ലാം കളവാണ്, വസ്തുതയുള്ള കാര്യമല്ല. മറ്റൊന്ന്, PMGSY റോഡ് എം പിമാർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാവുന്നതാണ്. PMGSY റോഡ് വിരലിൽ എണ്ണാവുന്നത് പോലും 5 വർഷക്കാലം കൊണ്ട് ഈ ജില്ല പൂർത്തീകരിച്ചിട്ടില്ല, എവിടെയും ചെയ്തിട്ടില്ല. അതുപോലെ ടൂറിസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പദ്ധതി അദ്ദേഹം കൊണ്ടുവന്നിട്ടില്ല. കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെങ്കിലും കൊണ്ടുവരണമല്ലോ, വന്നിട്ടില്ല. അതേപോലെ ഇടുക്കി മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വന്യജീവി മേഖലയിൽ അദ്ദേഹത്തിന്റെ ആ 4 കോടി ചില്ലുവാനുള്ള പൈസ ഈ വന്യജീവിയായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിൽ കൃഷിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു പ്രോജക്റ്റ് എടുക്കാമായിരുന്നു, അതുപോലും എടുത്തില്ല, പണവും ചെലവഴിച്ചില്ല. മറ്റൊരു കാര്യമുള്ളത്, ഈ ശ്രീനഗരി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് വന്യജീവി സംരക്ഷണത്തിന്റെ ഭാഗമായി അദ്ദേഹം പറഞ്ഞതിനകത്ത് വലിയ പെശകുണ്ട്. 2018 18 ആളുകളെ കടിച്ചു കൊന്ന അവാനി എന്ന് പറയുന്ന ഒരു പെൺസിംഹം നമ്മുടെ മഹാരാഷ്ട്രയിലുണ്ട്. ആ പെൺസിംഹത്തെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ട വൈൽഡ് ലൈഫ് വാർഡനും വെടിവെച്ച് കൊന്ന പോലീസുകാരും അവിടെ ഹൈക്കോടതി കയറി ഇറങ്ങുകയാണ്. എന്ന് പറഞ്ഞാൽ കേന്ദ്ര നിയമം അത്ര കർക്കശമാണ്. ഇപ്പോഴും 18 ആളുകളെ കടിച്ചു കൊന്ന ഒരു സിംഹത്തിനെ വെടിവെച്ച് കൊന്നതിന്റെ ഭാഗമായി അതിന് ഉത്തരവ് കൊടുത്ത് ഉദ്യോഗസ്ഥന്മാര് കയറി ഇറങ്ങുകയാണ്. കേരളത്തിലല്ല, മഹാരാഷ്ട്രയിലാണ്. അപ്പൊ ഈ പ്രശ്നം അതീവ ഗൗരവമാണ്. ഇതിനകത്ത് കോൺഗ്രസും BJPയും ഉരുണ്ട് കളിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് കുഞ്ഞിരാമന്റെ കഥ പോലെയാ. ഞങ്ങൾ പള്ളി സംരക്ഷിക്കാൻ കുഞ്ഞിരാമൻ രക്തസാക്ഷിയായി എന്ന് ഇവർ 50 കൊല്ലമായിട്ട് പറയുന്ന പോലെ ഇവർ കടുവ 18 പേരെ വെടിവെച്ചിരിക്കുന്നു. അത് വെടിവെച്ച് കൊന്ന വൈൽഡ് ലൈഫ് വാർഡൻ കോടതി കയറി ഇറങ്ങുന്നു ഇവര് ഇങ്ങനെ നിരന്തരമായിട്ട് അങ്ങനെ ഒരു കോടതിയിലും കയറുന്നില്ല. ആ കേസ് സുപ്രീം കോടതി റദ്ദാക്കിയത്. നമ്മുടെ സംസ്ഥാനത്തെ വനം വകുപ്പ് ദയനീയ പരാജയമാണ് എന്നത് സാക്ഷ്യപ്പെടുത്തി
വെളിപ്പെടുത്തുന്നതായിരുന്നില്ലേ അടുത്ത കാലത്ത് നടന്ന വന്യജീവി ആക്രമണങ്ങൾ? നമ്മുടെ സംസ്ഥാന സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിച്ചു? 620 കോടി രൂപയുടെ ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ സംസ്ഥാന സർക്കാരിന്. ആ പദ്ധതി കാണാനേ ഇല്ല, കാട്ടിക്കളഞ്ഞു. സംസ്ഥാന സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന പ്രശ്നങ്ങള് ഇപ്പോ ഈ വന്യജീവി കടന്നാക്രമണം നടക്കുന്ന സമയത്ത് അവിടെ ഇടപെടാനും അതുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരം ഉണ്ടാക്കാനും സംസ്ഥാന ഗവൺമെന്റ് ശ്രദ്ധിക്കുന്നു. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ കേന്ദ്ര നിയമത്തെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്നില്ല. ഈ കേന്ദ്ര നിയമത്തിന് പരിഹാരം ഉണ്ടാകാതെ ഈ കാര്യത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവത്തില്ല. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ വോട്ട് ചോദിക്കുമ്പോൾ എന്താണ് അവരുടെ മുന്നിലേക്ക് വെക്കുക? നിങ്ങൾ വോട്ടർമാരെ സംബന്ധിച്ച് ഈ സംസ്ഥാന സർക്കാർ ആ അർത്ഥത്തിൽ ഒരു ദയനീയ പരാജയമല്ലേ? സംസ്ഥാന സർക്കാർ അല്ലല്ലോ, വനം വകുപ്പ് നിങ്ങളുടെ കയ്യിലല്ലേ? വനം വകുപ്പ് കയ്യിലുണ്ടായിട്ട് കാര്യമില്ല. വനം വകുപ്പ് ഈ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥരാണല്ലോ ഈ കർഷകർക്കെതിരെ കേസെടുക്കുക. ഏതെങ്കിലും വന്യജീവി ആക്രമിച്ചാൽ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരാണ് കേസെടുക്കുക. അതിലെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാര് 100% സംസ്ഥാന ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലും കീഴിലും അല്ല പ്രവർത്തിക്കുന്നത്. അവർ കേന്ദ്ര നിയമത്തിന്റെ കൂടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇത് കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായിട്ടാണ് വന്യജീവി സംരക്ഷണം വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെതിരായി സംസ്ഥാന ഗവൺമെന്റിനോ സംസ്ഥാനത്തെ ഉദ്യോഗസ്ഥന്മാരോ എടുക്കുന്ന നിലപാട് മാത്രമല്ല വോട്ട് ചോദിക്കാൻ പോകുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾ കേന്ദ്രത്തെ കുറ്റം പറയുന്നു, ഇവിടെയുള്ള MP മാത്രം കുറ്റം പറയുന്നു. ഇത് കർഷകരുടെ ജീവന്റെ പ്രശ്നമല്ലേ? ഞാൻ പറയട്ടെ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി MP-മാരുടെ യോഗങ്ങൾ പലതവണ വിളിച്ചിട്ടുണ്ട്. അവിടെ ഈ വിഷയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഉന്നയിക്കുന്ന ഒരു വിഷയവും ഇവിടെ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട് പാർലമെന്റിൽ പോയ 18 MP-മാരും അവിടെ ലോക്സഭയിൽ ഈ കാര്യങ്ങൾ ഉന്നയിക്കാറേ ഇല്ല. ഒന്ന്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തെ ഈ 18 MP-മാരും കേരളത്തിന് വിരുദ്ധമായിട്ടുള്ള അല്ലെ കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യവും അവിടെ ചോദ്യം ചെയ്തിട്ടില്ല. കേരള താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല, അതിന് അവർ ഇടപെടുന്നുമില്ല. ഓക്കെ, ഞാൻ അതിലേക്ക് വരാൻ എനിക്ക് വോട്ടർമാരുടെ ഒരു പ്രതികരണം കൂടി എടുക്കണം. നമ്മളൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, താങ്കളുടെ പഞ്ചായത്ത് ഏതാണ്? നന്നായി പോകുന്ന കാര്യങ്ങളൊക്കെ നല്ല കാര്യമായിട്ട് പോകുന്നു. എങ്ങനെയായിരിക്കും മണ്ഡലം ചിന്തിക്കുക? എനിക്ക് ഈ രണ്ട് മുന്നണികളോടായിട്ടാണ് ചോദിക്കാനുള്ളൊരു ചോദ്യം. അങ്ങോട്ട് പ്രതികരിക്കരുത്, മൈക്കില്ല. ചോദിക്കാനുള്ള ചോദ്യം 22/3/2024 ESI ബന്ധപ്പെട്ടുകൊണ്ട് ഈ വരുന്ന മാർച്ച് ഏപ്രിൽ 30-നകം ഇടുക്കി ജില്ലയിലെ 28 പഞ്ചായത്തുകളിൽ ESIയുടെ പരിധിയിൽ വരുന്ന പഞ്ചായത്തുകൾ ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇലക്ഷന്റെ സമയത്ത് കേരള ഗവൺമെന്റ് ഇത് ചോദിച്ചത്? ഈ 2014 മുതൽ 2024 വരെ 2 MP-മാർ ഇവിടെ മാറി മാറി ഭരിച്ചതാണ്. ഇവിടെ ഉണ്ടായ പ്രക്ഷോഭങ്ങൾ നമ്മൾ നേരിട്ട് കണ്ടതാണ്. എന്തുകൊണ്ടാണ് അതിന് ഒരു ഉത്തരവാദപരമായ ഒരു ചർച്ച ഇല്ലെങ്കിൽ അത് കൊണ്ടുപോയി ഗവൺമെന്റ് മുമ്പിൽ സമർപ്പിക്കാൻ സാധിക്കാത്തത്? മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമെന്നാണോ താങ്കളുടെ ആക്ഷേപം? തീർച്ചയായിട്ടും. ഇല്ലെങ്കിൽ ഈ ഏപ്രിൽ 30-ന് മുമ്പ് ഇതിന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ഇടുക്കി ജില്ലയിലെ 24 വില്ലേജുകളിലേക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇടുക്കിയിലെ വോട്ടർമാർ എന്താണ് ചിന്തിക്കുക? മണിപ്പൂരാണോ ചിന്തിക്കുക? വന്യജീവി ആക്രമണമാണോ ചിന്തിക്കുക? ഈ കേന്ദ്ര സർക്കാരിന്റെ വികസന ഗ്യാരണ്ടിയാണോ വിശ്വസിക്കുക? തീർച്ചയായിട്ടും മോദിയുടെ ഗ്യാരണ്ടിയാണ്. മോദിയുടെ ഗ്യാരണ്ടി ചൂണ്ടിക്കാണ്ടിക്കൊണ്ടാണ് ഞങ്ങൾ വോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കണം. സംസ്ഥാന സർക്കാർ ഒരു നിയമം എടുത്തിട്ട് നിങ്ങളുടെ ഗവർണർ അതെടുത്ത് കക്ഷത്ത് വെച്ചേക്കാണല്ലോ. എന്താ അതിന് വ്യക്തമായ മറുപടി കൊടുക്കാത്തതുകൊണ്ടാണ് ഗവൺമെന്റ് കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഗവർണറെ നിങ്ങൾ സ്വാധീനം ചെലുത്തല്ലേ? വ്യക്തമായ രൂപരേഖ ഗവർണർ ചോദിച്ച കുറയ്ക്ക് മറുപടി കൊടുത്തിട്ടില്ല. ഓക്കെ, ഇവിടെ എന്താണ് സാധ്യത പറഞ്ഞേട്ടാ? ഇവിടെ ഈ വന്യജീവിയായിട്ടുള്ള ആക്രമണമൊക്കെ നടക്കുന്നു, ആളുകളെ കൊല്ലുന്നു. മൂന്നാറിൽ പോയി ഞാൻ ചോദിക്കുന്നത്, ഈ MP രാജ്യസഭ അല്ലെങ്കിൽ സഭയെ ചോദിക്കേണ്ട ചോദ്യത്തിന് ഈ മൂന്നാറ്റി വന്ന് സമരം കടന്ന് നിരാഹാരം കടന്നാൽ ഇതിന്റെ ഒരു പരിഹാരം ഉണ്ടാവുമോ എന്നാണ് എനിക്ക് ചോദ്യം. അത് ഇവർ രണ്ടുപേരും ഇതിന് മറുപടി പറഞ്ഞു. രണ്ടുപേരുടെയും ഭരണകാലത്ത് ഇത് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ രണ്ടുപേരും ഇതിനൊന്ന് മറുപടി തന്നാൽ കൊള്ളാം. ഓക്കെ, വന്യജീവി ആക്രമണത്തിന് മൂന്നാറിൽ വന്ന് സമരം കിടന്നിട്ട് എന്ത് കാര്യം? അത് പാർലമെന്റിന് മുമ്പിൽ ആ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലാണെങ്കിൽ നാട്ടുകാർ ശ്രദ്ധിക്കില്ല എന്നാണ് ചോദ്യം. ഇവര് തന്നെയാണ് ആദ്യം ചോദിക്കുന്നത്, MP എന്താണ് സമരമോ പരിപാടികളോ ഇവിടെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. മൂന്നാറിൽ വന്ന് സമരം ചെയ്തിട്ട് എന്ത് കാര്യം? മൂന്നാറിലെ ജനങ്ങളെ വലയ്ക്കാമെന്നല്ലാതെ. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എവിടെയാണോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ആ പ്രശ്നങ്ങൾ ഉള്ളിടത്ത് പോയി MP എത്തും. അവിടെ സത്യാഗ്രഹം. അല്ല, എന്റെ സംശയം, ഈ MP സമരം കിടന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണോ പിമ്പാണോ? MP-യുടെ സമരങ്ങളൊക്കെ ഇലക്ഷന് മുമ്പേ നടന്ന സമരങ്ങൾ. ഇലക്ഷൻ മുമ്പ് നടന്ന സമരങ്ങളാണ്. മൂന്നാറിൽ സമരം ചെയ്തു. MP ഇടുക്കി ജനത കണ്ടത് ഈ അടുത്ത കാലത്താ ആണോ? അതിനു മുമ്പ് ജയിച്ചു പോയിട്ട് ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തോണ്ടാണ് MP-യെ കാണാൻ. ചേട്ടൻ വീട്ടിൽ നിന്ന് ഇറങ്ങാത്തോണ്ടാണ്. മണ്ഡലം ചർച്ച ചെയ്യുന്നത് ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഈ MP-മാരെ ഇവിടുന്ന് മാറ്റി സംഗീത വിശ്വനാഥനെ ഇവിടെ MP ആയിട്ട് വിജയിപ്പിക്കണമെന്നാണ് ഈ മണ്ഡലത്തിലുള്ളവർ മണിപ്പൂരിലെ ജനങ്ങളുടെ
വംശീയ കലാപം അല്ല ചോദ്യം കേട്ടെ, മണിപ്പൂരിലെ ജനങ്ങളുടെ സമാധാന ജീവിതം പോലെ ഒന്ന് ആവണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ല, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ പൂഞ്ഞാർ പള്ളിയിൽ കയറി വണ്ടി കൊണ്ട് അച്ഛനെ വരെ ഉപദ്രവിച്ചു. ഇവിടെ ഞാൻ പള്ളി കത്തിച്ചില്ലല്ലോ. പള്ളി കത്തിച്ചില്ല. ഒപ്പം ആയിക്കോട്ടെ. അതായത് ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കിയോ, അതായത് ദേശീയ തലത്തിൽ ഒരു 9 മാസം കൊണ്ട് 687 പള്ളി കത്തിച്ചു എന്നാണ് നിങ്ങളുടെ ബിഷപ്പ് പറഞ്ഞത്. ശരിയാണോ? പകല് NDF ആയ ആൾക്കാരെ പിടിച്ചത് ആരാ? കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ഇവർ ഒറ്റൊരുത്തരും അറിയാതെ വന്ന് എല്ലാത്തിനെ പിടിച്ചുകൊണ്ട് തുറങ്കലാക്കുകയാണ്. ഒപ്പം തന്നെ ഞാൻ പറയട്ടെ, ഇവന്മാർ 5 വർഷവും 10 വർഷവും ഭരിച്ചെന്ന് പറഞ്ഞു. MP ആയിട്ടിരുന്നു ഡീൻ കുര്യാക്കോസും, അതിന് മുമ്പ് ജോയിസ് ജോർജും. ഒരു വീട് എന്ന് പറയുമ്പോൾ ആ വീട്ടിലെ അപ്പൻ എന്ത് ചെയ്യണം? പിള്ളേർക്ക് അരി മേടിച്ചു കൊടുക്കാനുള്ള ബാധ്യത ആ അപ്പനാണ്. ഈ തണ്ടിയോ രണ്ടുപേരും ഒരു കോപ്പി ചെയ്തില്ലെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഈ ബിഷപ്പ് പറഞ്ഞ അനുസരിച്ച് 600-ലധികം പള്ളികൾ തകർത്തു കഴിഞ്ഞ 9 മാസം കൊണ്ട്. അത് വംശീയ കലാപമാണ്. കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പം തൊട്ട് 1970 തൊട്ട് അവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന വംശീയ കലാപമാണ്. അതിൽ കുറെ കുക്കികൾ എന്ന് പറയുന്നതും മേത്തികൾ എന്ന് പറയുന്നതും, അതിനകത്ത് 2 കൂട്ടറിനകത്തും ക്രിസ്ത്യാനികളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ഗോത്രവർക്കാരും തമ്മിലുള്ള മണിപ്പൂരി സർക്കാർ അവിടെ തീർന്നല്ലോ. അല്ല, അവിടെ ഏത് തീർന്നു? ഇന്നലെ 2 കുക്കികൾ മരിച്ചു. ഇപ്പൊ നിലവിൽ അവിടെ ഒരു കാര്യവും നടക്കുന്നില്ല. ചുമ്മാ ഇവിടുത്തെ പത്രമാധ്യമങ്ങളിൽ രാഷ്ട്രീയക്കാരും വളച്ചോടിച്ചുണ്ടാക്കുന്ന കാര്യങ്ങൾ. മണിപ്പൂരി സമാധാനമാണ്. കാര്യങ്ങൾ പറയൂ, ഇടുക്കി മണ്ഡലത്തിന്റെ കാര്യങ്ങൾ പറയൂ. മണിപ്പൂർ ഇടുക്കി ഒരു സംശയം. ആ ചേട്ടൻ ചോദിച്ച ചോദ്യമാണ്, ഇടുക്കി ജില്ലയിൽ ഇപ്പൊ പെട്രോളിന് എന്താ വില? ഇടുക്കി ജില്ലയിൽ പെട്രോളിന് 2 രൂപ കൂട്ടി, 2 രൂപ കൂട്ടി മേടിക്കുന്നുണ്ടല്ലോ. അല്ല, ഇടുക്കി ജില്ലയിൽ നിങ്ങൾ വാങ്ങിക്കുന്ന പെട്രോൾ എത്ര വില? ഞാൻ പറയട്ടെ, എനിക്ക് 64 വയസ്സുണ്ട്. അതായത് എനിക്ക് 5 വയസ്സുള്ളപ്പം ഒരു ഊണിന് 2 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കാലം ഇപ്പം എത്രയായി? ഇപ്പം 110 രൂപ. 110 രൂപയായി. 10 രൂപയുടെ വ്യത്യാസമാണ്. ഒരു ഊണ് കിട്ടുന്നത് 110 രൂപയായി. കാലാകാലങ്ങളിലുള്ള വർധനവ് എവിടുന്നാണേലും ഉണ്ടായിരിക്കും. കാലാകാലമുള്ള വർധനമാണോ? കാലാകാലങ്ങളിലുള്ള വർധനമാണോ? ഓക്കെ, എന്താ മൊത്തത്തിൽ മണ്ഡലം എന്താ ചർച്ച ചെയ്യുന്നത്? പറഞ്ഞോട്ടെ ചേട്ടാ. ഞങ്ങൾ ഈ രാജ്യത്തെ എനിക്ക് 65 വയസ്സുണ്ട്. ഒരു 50 വർഷം മുമ്പ് പോലെയുള്ള ഈ കട്ടപ്പനയിലെ ഈ രാജ്യത്തെയൊക്കെ കാര്യങ്ങൾ ഞാനും കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ മാറി മാറി എല്ലാവരും ഭരിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ BJPക്ക് ഒരു അധികാരം അന്നേരം കാണിക്കുക അവിടുത്തെ പരിപാടി. ഇവിടെ എന്താന്ന് എന്തായാലും ഉള്ളത് എന്റെ പൊന്നു സുഹൃത്തുക്കള്, എന്റെ സുഹൃത്തുക്കളായിരിക്കുന്നില്ല ഇവർ ഇങ്ങനെ പറഞ്ഞു ഭരിച്ചിട്ട്. ശരി ചേട്ടാ പറഞ്ഞോട്ടെ. ഇവിടെ LDFന്റെയും UDFന്റെയും 2 പ്രതിനിധികളും പറഞ്ഞത് വളരെ ശ്രദ്ധേയമായ 2 കാര്യങ്ങളാണ് അവരിവിടെ പറഞ്ഞത്. കാരണം കേന്ദ്ര വന നിയമം കൊണ്ട് ഇവിടെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലെന്ന്. അപ്പൊ ഇനി ഇവിടെ നിന്ന് ജയിച്ചിട്ട് എന്നാ കാര്യം? അതുകൊണ്ട് NDAയുടെ ഭാഗമായി ഇവിടെ മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. എന്താ മണ്ഡലത്തിൽ ആര് ജയിച്ചു വരണം എന്നാണ് ആഗ്രഹം? LDF ജയിക്കണം. എന്തുകൊണ്ട് LDF ജയിക്കണം? LDF ആണ് ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. ആണോ? ജനക്ഷേമമായ പ്രവർത്തനങ്ങൾ നടത്തുന്നത് LDF ആണ്. ആണോ? പാർലമെന്റിൽ ഈ വന്യജീവി സംരക്ഷണ നിയമമൊക്കെ മാറ്റാൻ ജോയിസ് ജോർജ് പോയാൽ പറ്റുമോ? വന്യജീവി സംരക്ഷണം കേന്ദ്രം മാറ്റേണ്ടതല്ലേ? കേന്ദ്രത്തിൽ അവിടെ LDFന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാറ്റും. ആണ്. അപ്പം എന്താ അവസ്ഥ? മണ്ഡലത്തിൽ എന്താ ചർച്ച ചെയ്യുന്നത്? രാഷ്ട്രീയം ജില്ലയിലെ വിഷയങ്ങളാണ് കൂടുതൽ ചർച്ച. ജില്ലയിലെ വിഷയങ്ങളായിരിക്കും. ഓക്കെ, പറഞ്ഞോ. ഈ മണ്ഡലത്തിൽ ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയം. കഴിഞ്ഞ 5 വർഷക്കാലം 1 രൂപ പോലും വികസനം ചെയ്യാത്ത ഒരു MP യും അതിന് മുമ്പത്തെ 5 വർഷ കാലഘട്ടം ഈ ജില്ലയിൽ ആകെ വികസനത്തിന്റെ പൂക്കാലം തീർത്ത MP യും തമ്മിലുള്ള മത്സരമാണ്. ഇവിടെ BJPക്ക് വലിയ പ്രസക്തിയൊന്നുമില്ല. പിന്നെ ഇവിടെ പറഞ്ഞു വന്നപ്പോൾ BJPയുടെ ഒരു സുഹൃത്ത് അൺപാർലമെന്ററി ആയിട്ടുള്ള ഒരു വാക്ക് ഉപയോഗിച്ചു. ഞങ്ങളുടെ മര്യാദ കൊണ്ട് ഞങ്ങൾ അതിന് മറുപടി പറയുന്നില്ല. ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള ഞങ്ങളെ മര്യാദ കൊണ്ട് പറയുന്നില്ല. ഈ ജില്ലയുടെ തന്നെ നാഴികക്കല്ലാകുന്ന ഈ ജില്ലയുടെ തന്നെ ചരിത്രം മാറി വരിക്കുന്ന ഇവിടുത്തെ ഭൂഭേദഗതി നിയമം ഇവിടെ ഇവരുമല്ല BJPക്കാരും കോൺഗ്രസ്സുകാരും എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ഗവർണർ മുന്നിൽ ഒപ്പിടാൻ കൊണ്ടേ വെച്ചിട്ട് അതിനൊന്നിച്ച് നിന്ന് തുരങ്കം വെച്ചവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും BJPക്കാരും. ഈ ഇടുക്കി ജില്ലയിലെ ജനങ്ങളെ ഒറ്റുകൊടുത്തത് ഇവർ 2 പേരും കൂടെ ചേർന്ന ഇവർ അവിടെ 2ആയിട്ട് നിന്നെങ്കിലും ഇവര് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിൽ ഒറ്റ മനസ്സായിട്ട് പ്രവർത്തിച്ച് ഈ ജില്ലയിലെ സാധാരണക്കാരായ കർഷകരെ ഒറ്റുകൊടുക്കുന്നവരാണ് ഇവിടുത്തെ BJPക്കാരും കോൺഗ്രസ്സുകാരും.
പറഞ്ഞോളൂ പറഞ്ഞോളൂ അവസാനിക്കരുത്. കേരളത്തിന്റെ മാത്രം പ്രശ്നമായിട്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇത് ഇന്ത്യ രാജ്യത്തിന്റെ പ്രശ്നമെന്ന നിലയിൽ നമുക്ക് കേരളത്തിന്റെ മാത്രമല്ല ചർച്ച ചെയ്യേണ്ടത്. അതുകൊണ്ട് വിശാലമായ ഒരു രാഷ്ട്രീയം നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. അത് ശ്രീനഗർ രാജനോടും പിന്നെ സേനാപതിയോടുമാണ്. രണ്ട് ചോദ്യമാണ്. ബാബറി മസ്ജിദ് തകർക്കുമ്പോൾ ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആണ്, തകർത്തത് BJP ആണ്. രണ്ടുപേരും ഒരേ മുഖങ്ങളാണ്. ചോദ്യം ഇതാണ്, കേരളം എന്ന് പറയുന്ന സംസ്ഥാനം, കേരളം എന്ന് പറയുന്നത് മലയാളികളുടെ മാതൃഭൂമിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് EMS അധികാരത്തിൽ വന്നതിന് ശേഷം സാർവത്രിക വിദ്യാഭ്യാസം, എല്ലാവർക്കും വീടുകൾ, എല്ലാവർക്കും മണ്ണ്, കടപ്പാടുമില്ലാത്തവർക്കും മണ്ണ് അടക്കമുള്ള കൊണ്ടാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. നിങ്ങളോട് ഒരു ചൊറ്റ ചോദ്യമേ ഉള്ളൂ. കേരളം പോലെ പുരോഗതിയിലെത്തിയിട്ടുള്ള ഏത് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങൾക്കൊക്കെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? അവിടെ രാജീവ് ഗാന്ധി ഉണ്ടായിരുന്നല്ലോ. രാജീവ് എന്തിനാണ് ഇപ്പോൾ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത്? എന്തുകൊണ്ട് അവിടെ ഉത്തരേന്ത്യയിൽ അവരെ നേരിടാൻ പേടിയുണ്ടല്ലേ വന്ന് മത്സരിക്കുന്നത്? ഇത്തരം മോശപ്പെട്ട ഒരു ഇടപെടൽ. നിങ്ങൾ രണ്ടും ഒരേ തൂവൽ പക്ഷികളാണ്. അതിനുള്ള മറുപടി നമുക്ക് വരാം. അതിന് മുമ്പ് വളരെ പെട്ടെന്ന് ചേട്ടാ മുമ്പോട്ട് വാ. പറഞ്ഞോ. അതായത് ഇപ്പോൾ ഇവിടെ പെട്രോളിന്റെ വിലയുടെ കാര്യം പറഞ്ഞു. 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ നിങ്ങളാരും മേടിക്കത്തില്ലല്ലോ എന്ന് ചോദിച്ചത് NDAയുടെ സ്ഥാനാർത്ഥിയാണ്, വയനാട്ടിലെ സ്ഥാനാർത്ഥിയാണ്. അതോടൊപ്പം തന്നെ 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടുന്നുണ്ടല്ലോ. കിട്ടുന്നത് ഇവിടെ അര ലിറ്റർ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, BJPക്കാര് ഇവിടെ വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ടാണോ വന്യമൃഗങ്ങളെ കൊന്ന് അതിന്റെ തോല് വീട്ടിൽ സൂക്ഷിച്ചത്? അതിന് പ്രതികളായിട്ടുള്ള ആളുകൾ വന്ന് നിന്നിട്ട് വന്യജീവികളെ ഇതാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? പിന്നെ കോൺഗ്രസ്സുകാരോടുള്ള ചോദ്യം, അവിടെ നിന്ന് രാജൻചേട്ടൻ കണ്ണു കാണിച്ചാൽ പോകാൻ നിൽക്കുന്ന സേനാപതി വേണുവിന് ഞങ്ങൾ എങ്ങനെ വിശ്വസിച്ച് വോട്ട് കൊടുക്കും? ഈ രാജൻ ചേട്ടൻ നിങ്ങളുടെ കൂടെ ആയിരുന്നു സന്തോഷ. ഈ രാജൻ ചേട്ടൻ നിങ്ങളുടെ കൂടെ എന്നാ പോയത്. ഈ രാജൻ ചേട്ടനെ നിങ്ങളുടെ കൂടെ എന്നാ പോയെ. ഞങ്ങളുടെ കൂടെ ഇടുക്കിയിൽ ഒരാളും പോയില്ല, പോകുമോ? രാജേന്ദ്രൻ പോകാൻ നിൽക്കുന്നു. ബിജു കൃഷ്ണൻ പോയി. കഴിഞ്ഞ പാർലമെന്റിലെ സ്ഥാനാർത്ഥി ബിജു കൃഷ്ണൻ പോയി. മുമ്പിലത്തെ പാർലമെന്റിലെ സ്ഥാനാർത്ഥി കഴിഞ്ഞ രാജേന്ദ്രൻ പോയി. ഞങ്ങളാരും പോയിട്ടില്ല. പോയി, ബിജു കൃഷ്ണൻ പോയി. ഞങ്ങളാരും പോയില്ല. ഇടുക്കിയിൽ ഒരു കോൺഗ്രസ്സുകാരന് പോയതല്ല, പോയവർ ഇവിടെ നിൽക്കുക. നമുക്ക് മറുപടിയിലേക്ക് വരാം. ഒരു ചോദ്യം കൂടി, ഒറ്റ ചോദ്യം കൂടി, ഈ ചോദ്യം കൂടി എടുത്ത് മറുപടിയിലേക്ക് വരാം. പറഞ്ഞോ. ഞാൻ അന്താരാഷ്ട്ര കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കുന്നില്ല. ഞാൻ കട്ടപ്പന ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യനാണ്. ഈ പ്രദേശത്തെ വികസനത്തെ പറ്റിയാണ് MP ഇല്ലാത്തതുകൊണ്ട് MPയുടെ പ്രതിനിധികളാണ് ചോദിക്കുന്നത്. ഇതിലെ NH185 പറഞ്ഞ റോഡ് കടന്നു പോകുന്നുണ്ട്. അതിന് സമാന്തരമായിട്ട് ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ടാക്കുന്ന ഇവിടെ എല്ലാ വാക്സിൻ റോഡെല്ലാം കണ്ടു. എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ കൊള്ളാം. പിന്നെ അതുപോലെ തന്നെ ESI ആശുപത്രിക്ക് 100 കോടി അനുവദിച്ചെന്ന് പറഞ്ഞു. ഇടുക്കി ജില്ല നിലവിൽ നിൽക്കുന്ന 1964 ഭൂപതിയോട് ചട്ടപ്രകാരം ഇവിടെ ഈ സ്ഥാനം ഉണ്ടാക്കി നടക്കുകയല്ല. ഇതിന് പരിഹാരം ഉണ്ടാക്കാതെ ഇവരെങ്ങനെ ESI ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ചട്ടം നിൽക്കുന്നുണ്ട്. ഈ ബൈപ്പാസ് മണ്ഡലത്തിൽ നിന്ന് ആര് ജയിച്ചു വരുന്നതാണ് മണ്ഡലത്തിന് നല്ലതാണ്? എന്തുകൊണ്ട് ചോദിച്ചോ? അപ്പൊ മറുപടി ശ്രീ രാജനിൽ നിന്ന് തുടങ്ങാം. ഒറ്റ ചോദ്യം വളരെ പെട്ടെന്ന്. എനിക്ക് ചോദിക്കാനുള്ളത് BJP പ്രതിനിധിയോടും അതുപോലെ തന്നെ LDF പ്രതിനിധിയോടുമാണ്. ഇവിടെ ഈ ഗ്യാസിന്റെ സബ്സിഡി ഈ കഴിഞ്ഞ ഒരാഴ്ച 2 ആഴ്ച മുമ്പാണ് കുറച്ച് 200 രൂപ. ഇവര് 2 ടൈമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ജനങ്ങളിൽ നിന്ന് ഇത്രയും പിഴിഞ്ഞെടുത്ത് അവസാന ഘട്ടം വന്നപ്പോൾ ഇലക്ഷനിലേക്ക് വന്നപ്പോൾ അവർ 200 രൂപ കുറച്ച സബ്സിഡി എന്ന് പറയുന്നത് ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു സംഭവം. 100 രൂപ കുറച്ചേക്കുന്നു. ഇനി അടുത്തത് 100 രൂപ. പറയട്ടെ 100 രൂപ. 100 രൂപ ഞാൻ നിങ്ങൾക്ക് ബോണസ് ആണ്. 100 രൂപ. നെക്സ്റ്റ് അടുത്തത് അതൊരു പൊടിയുടെ പരിപാടി. രണ്ടാമത്തെ കാര്യം ഇവിടെ LDFനാണ് ചോദ്യം. ചോദിക്കൂ. കൊട്ടക്കാമ്പൂരില് ആദിവാസി ആളുകളുടെ ഭൂമി കയ്യേറി അതിപ്പോഴും കൈവശം വെച്ചുകൊണ്ട് കോടതി പരാമർശം ഉണ്ടായിട്ടുള്ള ജോയിസ് ജോർജിനെ മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്ക് പട്ടയം കൊടുക്കുകയും അതുപോലെ തന്നെ വനവിഷയം പറയണം. എങ്ങനെയാണ് ഇവിടെ മൊത്തത്തിൽ ഈ നിയമം വന്നതെന്നുള്ള കാര്യം കൂടെ പറയണം. നിങ്ങളുടെ നേതാവ് പിരിവ് ചോദിച്ചു ചെന്നപ്പോൾ കൊടുത്തില്ല എന്നതിന്റെ പേരിൽ കോടതി ചെന്ന് മേടിച്ച സ്റ്റേയുടെ ഭാഗമായിട്ടല്ലേ ഈ ഇടുക്കി ജനത ഈ അനുഭവിക്കേണ്ടി വന്നത്. കോതമംഗലം MLA മാത്യു കൊള്ളാട് അറിയോ? മൂവാറ്റുപുഴ
എം.എൽ.എ. മൂവാറ്റുപുഴ എം.എൽ.എ. ചിന്നക്കനാലിലെ ഭൂമിയല്ലേ പ്രശ്നം? അറിയാവോ? ഓക്കെ ശരി നമുക്ക് അവിടെ നിൽക്കണേ. മാത്യുക്കൊള്ളാണ് നീ ഇപ്പൊ രംഗത്തില്ലല്ലോ, പറഞ്ഞോട്ടെ. അല്ല, മാത്യുക്കൊള്ളാണ് നീ മത്സരത്തിലില്ലല്ലോ. എനിക്ക് എല്ലാ കൂട്ടരോടും പറയാനുള്ള ഒരു കാര്യം, ഇത് ഇന്ത്യ നാളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ദേശീയ തെരഞ്ഞെടുപ്പാണ്. അതിൽ നമ്മൾ ദേശീയ പ്രശ്നങ്ങൾ ഒന്നും പരാമർശിക്കാതെ ഇത് കടന്നുപോയി. എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് BJP-യുടെ പ്രതിനിധികളോടാണ്. ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടോണ്ടിരുന്നത്. ഇവിടെ 2014 തെരഞ്ഞെടുപ്പില് നമ്മുടെ മോദി കുറെ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. അതിലേതൊക്കെ നടപ്പാക്കിയിട്ടുണ്ട്? 2019 വേറെ കുറെ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നു. അതിലാണ് 2 കോടി ജനങ്ങൾക്ക് ജോലി നൽകും, 15 ലക്ഷം രൂപ അക്കൗണ്ടിലിടും. ഈ 6000 രൂപ കിട്ടിയേക്കുന്നത് BJP-കാരന്മാരുടെ മാത്രം അക്കൗണ്ടിലാണ് സഹോദര. സാധാരണക്കാർക്ക് ആർക്കും കിട്ടിയതാണ് നമുക്കറിഞ്ഞു. അതൊന്ന് നിൽക്കേ. രണ്ടാമത് വർഗീയ BJP എന്ന BJP ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തികളാണ്. അവരാണ് ഇന്ത്യ രാജ്യം നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് മണിപ്പൂരിൽ ഇപ്പം കുക്കികളും മേത്തികളും തമ്മിലുള്ള പ്രശ്നമാണെന്ന് പറയുന്നു. ശരി, സമ്മതിച്ചു. സാധാരണ രാജ്യത്ത് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാറുണ്ട്. പക്ഷെ അവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് മണിക്കൂർ വെച്ച് അത് അടിച്ചമർത്താറുണ്ട്. പിന്നെ എങ്ങനെയാണ് ഒറ്റ ദിവസം രാത്രി കൊണ്ട് 254 പള്ളികളും 100 സ്ത്രീകളെയും കുട്ടികളെയും കൊന്ന് തീക്കുണ്ടത്തിൽ എടുത്തിട്ടിട്ട് ഈ ഗവൺമെന്റ്, ഈ മണിപ്പൂർ ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും എന്ത് ചെയ്തു? നരേന്ദ്രമോദി കഴിഞ്ഞ 2 തവണ അടുപ്പിച്ച് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമായിട്ട് വന്നു. പക്ഷെ ഒരിക്കൽ പോലും എന്തുകൊണ്ട് മണിപ്പൂരിൽ പോയില്ല? അതുകൊണ്ട് രാജ്യത്തൊരു മതേതരത്വ ജനാധിപത്യ ഗവൺമെന്റ് വേണം. അതിന് കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും മാത്രമേ കഴിയുള്ളൂ. ഒരു സെക്കൻഡ്. LDF-ന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാന്ന് പറയണം. ഒരേ ഒരു കാര്യം കൂടെ. അതുപോലെ കേരളത്തില് നിങ്ങളുടെ ജോയ്സ് ജോർജ് ഒന്നും ജയിച്ചു വരാൻ പോകുന്നില്ല. അതിന്റെ കാര്യം എന്നാ വെച്ചാൽ സാധാരണ നിങ്ങൾ മാവേലിസ്റ്റുകളോട് എന്തെങ്കിലും ഒരു സാധനം ഒറ്റ കാര്യം കൂടെ പറയട്ടെ. നിങ്ങൾ 2 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനാന്ന് പറഞ്ഞ് ഡീസലിനും പെട്രോളിനും അധികം നികുതി ചുമത്തിയല്ലോ. ഈ എന്തുകൊണ്ടാണ് ഈ 8 മാസമായിട്ട് ഈ പാവപ്പെട്ട വൃദ്ധർക്ക് ഈ പെൻഷൻ കൊടുക്കാൻ പറ്റാതെ 2 മാസത്തെ കൊടുത്തു. 2 മാസം വലിയ കാര്യമായി പോയല്ലോ. 4 മാസത്തെ അതൊന്നും നിങ്ങളുടെ ഔദാര്യമല്ല. കോടിക്കണക്കിന് രൂപ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്കാണ് ഇടുക്കി മണ്ഡലം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ചോദ്യങ്ങൾക്കുള്ള മറുപടിയുമായി അതിഥികളും കൂടുതൽ പ്രതികരണങ്ങളുമായി വോട്ടർമാരും എത്തും. ഇടവേളയ്ക്ക് ശേഷം വെൽക്കം ബാക്ക്. റിപ്പോർട്ടർ കുരുക്ഷേത്രം തത്സമയം കട്ടപ്പനയിലാണ്. കട്ടപ്പനയിൽ ചെറിയൊരു തണുപ്പ് പോലൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ രാഷ്ട്രീയ ചൂട് അതിനും മേൽക്കാണ്. എന്താണ് കുറച്ചു നേരമായി ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്താണ്? പറഞ്ഞോട്ടെ. ഇവിടെ കേരളത്തില് പറഞ്ഞോ. കേരളത്തിലെ പല ബാങ്കുകളിലായിട്ട് LDF-ന്റെ സാരഥികൾ അവിടെ ഭരണം നടത്തുന്നത് 100 കോടിയിലധികം പാവപ്പെട്ട ആൾക്കാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ടിട്ട പണം കരുവന്നൂര് വിവിധ ബാങ്കുകളിലെ 100 കോടിയിലധികം രൂപ കൊള്ളയടിച്ച ഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഇടുക്കി ചർച്ചയാവും. പറയട്ടെ, ആകെ 3 മിനിറ്റേ ഉള്ളൂ. ചർച്ചയാവും. ആ രൂപ പ്രധാനമന്ത്രി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ദീർഘായുസോടുകൂടി അദ്ദേഹം ഇരുന്നാൽ ഈ പാവപ്പെട്ട കർഷകരുടെയും പ്രവാസികളുടെയും മുഴുവൻ ആൾക്കാരുടെയും പണം തിരിച്ചു കൊടുക്കും. പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സ്വരൂപിച്ച പൈസ, കുട്ടികളുടെ അവരുടെ ജോലിക്ക് വേണ്ടി സ്വരൂപിച്ച പൈസ, ആത്മഹത്യ ചെയ്ത പൈസ കിട്ടാഞ്ഞിട്ടാണ്. അതുപോലെ LDF-ന്റെ സ്ഥാനാർത്ഥിയോട് എനിക്ക് ചോദിക്കാൻ, പ്രധാനമന്ത്രി ആരാണ്? UDF-ന്റെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി അവിടെ വന്ന് മത്സരിച്ചപ്പോ എല്ലാവർക്കും വിലപ്പെട്ടതാണ് അവരുടെ പതാക. പതാക പോലും ഇല്ലാതാണ് ഇവർ പ്രചരണം. ഇവരുടെ രണ്ടുപേരുടെ പ്രധാനമന്ത്രി ഒറ്റ ചോദ്യം എനിക്ക് ചേച്ചിയുടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഈ സ്വിസ് ബാങ്കിൽ കിടന്ന കള്ളപ്പണം നമുക്ക് കൊണ്ടുതരാന്ന് പറഞ്ഞു, കൊണ്ടുവന്നോ? കള്ളപ്പണമല്ല, ഇവർ കള്ളപ്പണമല്ലേ? കള്ളപ്പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു, പോക്കറ്റിൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ല. കള്ളപ്പണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പൈസയാണ് അത്. സ്വിസ് ബാങ്കിൽ നിന്ന് പണം കണ്ടെത്തിയോ? കണ്ടെത്തിയിട്ടുണ്ട്. സ്വിസ് ബാങ്കിൽ നിന്ന് കണ്ടെത്തിയോ? കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ?
എവിടെ എന്റെ കണ്ടെത്തി എവിടെ? കൊള്ളക്കാരാണെന്ന് മനസ്സിലായി. ആ പൈസ തിരിച്ച് ജനങ്ങൾക്ക് തന്നെ കൊടുക്കും, അതിന് യാതൊരു സംശയം വേണ്ട. ശരിക്കും കൊടുക്കുമോ? പലരും അക്കൗണ്ടൊക്കെ എടുത്ത് വെച്ചു. ആരെയായാലും രംഗത്ത് ശരി തിരിച്ചു വരാം ചേട്ടാ. ഇവിടെ പറഞ്ഞോ. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ കുറിച്ച് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുമോ? കേരളത്തിൽ അത് നടപ്പിലാകുമോ? ഓക്കെ, ഒറ്റ ചോദ്യം. ഓക്കെ, അതിന് മറുപടിയും കൂടെ വളരെ പെട്ടെന്ന് സേനാപതിയിൽ തുടങ്ങാം. അതിനുശേഷം രാജ്യത്തിലേക്ക് പറഞ്ഞോ. മോനെ, പൗരത്വ നിയമം എന്ന് പറയുന്ന നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് അത് കോൺഗ്രസ്സാ. പറഞ്ഞ മനസ്സിലായോ? പൗരത്വ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നത് കോൺഗ്രസ്സാ. പൗരത്വത്തിന്റെ മാനദണ്ഡം ജാതി അല്ല എന്ന് തീരുമാനിച്ചത് കോൺഗ്രസ് ആണ് കേട്ടോ. അതുകൊണ്ട് കോൺഗ്രസ് ഉള്ളിടത്തോളം കാലം CAA നടപ്പിലാക്കില്ല ഇവിടെ ഞങ്ങൾ അധികാരത്തിൽ. അതെന്തുകൊണ്ട് പ്രകടന പത്രികയിലില്ല എന്നാണ് അവർ ചോദിക്കുന്നത്. പ്രകടന പത്രിക അത് വളരെ കൃത്യമായിട്ട് ഈ പ്രകടന പത്രികയിൽ ഞങ്ങൾ അത് വളരെ കൃത്യമായിട്ട് പ്രകടന പത്രികയിലില്ല. ഭരണഘടനയ്ക്ക് വിരുദ്ധമായ ഒന്നും നടപ്പിലാക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഒറ്റ കാര്യം രത്നമ്മ ചേച്ചിയോട് ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞു. ഒരു കാര്യം, ചേച്ചി 2014 മോദി ഒരു പ്രസംഗം നടത്തി. हिंदी അദ്ദേഹം പ്രസംഗിച്ചതെന്നറിയോ? अब मतदान क्षेत्र जाने से पहले अपना रजोई में जाना, गैस सिलेंडर को नमस्कार करना, उसके बाद जाकर वोट करना. അതായത് നിങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് അടുക്കളയിൽ പോയി ഗ്യാസ് സിലിണ്ടറിനെ ഒന്ന് നമസ്കരിച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. 10 കൊല്ലം കഴിയുമ്പോൾ മോദിക്ക് ആ അഭിപ്രായം ഉണ്ടോ എന്നുള്ളതാണ് ചേച്ചിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 10 കൊല്ലം കഴിയുമ്പോൾ 410 രൂപയ്ക്ക് ഗ്യാസ് വാങ്ങിയത് ഇപ്പൊ 970 രൂപയ്ക്ക് ഗ്യാസ് വാങ്ങുന്നു. 12,000 രൂപ കൊടുത്ത് ഇന്ത്യൻ ഗ്യാസ് കണക്ഷനിൽ പോയി ഗ്യാസ് എടുത്തവളാ ഞാന്. അന്ന് കോൺഗ്രസ് ഇവിടെ ഭരിക്കുന്നേ. എന്താ നിങ്ങൾക്ക് മറുപടി പറയാനുള്ളത്? 410 രൂപയിൽ 970 രൂപയായത് തിരിച്ചടിയാവോ? ഇന്ന് ഉജ്ജൽ യോജന വഴി സൗജന്യ ഗ്യാസ് കണക്ഷൻ എനിക്ക് സമയം തരണം. ഈ പെട്രോളിയം വിലക്കയറ്റം ഉണ്ടല്ലോ, 2 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, അവിടെയെല്ലാം വിലയിരുത്തി വിചാരണ ചെയ്ത് മോദിക്ക് ജനങ്ങൾ അംഗീകാരം കൊടുത്തിരിക്കുകയാണ്. മനസ്സിലായോ? പിന്നെ ഒരു കാര്യം ഞാൻ ഗ്യാസ് മാത്രം ഉപയോഗിക്കുന്ന ആളാ. 825 രൂപയാണ്. ഇനി വോട്ട് 30 രൂപ ഒരു ദിവസം എനിക്ക് വേണം. 30 ദിവസത്തേക്ക് 900 രൂപ. മനസ്സിലായോ? 1 കിലോ എനിക്ക് വേണ്ടത് 30 രൂപയുടെ. ഞാൻ പറയട്ടെ, 30 രൂപയുടെ ഗ്യാസ് ആണ് എനിക്ക് വേണ്ടത്. 1 കിലോയാണ് അരി മേടിക്കുന്നത്. 55 രൂപ പീറ്റേഴ്സിന്റെ അരി. കപ്പയ്ക്ക് 4 രൂപ. മനസ്സിലായോ? ഇടതുപക്ഷ മുന്നണിയും UDF-ഉം പറയണം, ഇവിടെ ഉണ്ടാക്കുന്നതാ വിദേശ രാജ്യത്ത് വന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഗ്യാസും പെട്രോളും ഉണ്ടാക്കി ഇന്ത്യയിൽ ഏറ്റവും കുറച്ച് വിൽക്കുന്നത് ലോകത്ത് ഒരു രാജ്യത്തുമില്ല. നിങ്ങൾ മനസ്സിലാക്കില്ല. ആ കണക്ക് എങ്ങനെയാണ് രാജ്യം ശരിയാവുന്നത്? ഒരു നിമിഷം 2014 $105 ആയിരുന്നല്ലോ വില അന്തർദേശീയ മാർക്കറ്റിൽ. ഇപ്പൊ $87 ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ നിങ്ങൾ മണിപ്പൂർ പറഞ്ഞില്ലേ, 4 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിചാരണ ചെയ്ത്, അതായത് ഈ വിലക്കയറ്റമൊന്നും വോട്ടർമാർക്ക് പ്രശ്നമല്ല. കാര്യം പറയാതെ പുതിയ കാര്യം വിലക്കയറ്റം വോട്ടർമാർക്ക് പ്രശ്നമല്ല. വിലക്കയറ്റം വോട്ടർമാർക്ക് പ്രശ്നമല്ല. ഒരു വിലക്കയറ്റവും ഇല്ല. ഡീസൽ പെട്രോൾ വിലയില്ല. ഓക്കെ, മാത്യു ജോർജ്, വിലക്കയറ്റം ഒരു പ്രശ്നമല്ല. NDAക്ക് അനുകൂലമായിട്ടും UDF അനുകൂലമായിട്ടും വോട്ട് രേഖപ്പെടുത്തും. ഇതുമായി ബന്ധപ്പെട്ട് രക്തമ്മ ചേച്ചി ചോദിച്ച ഒരു ചോദ്യം, നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന്. അത് ഇന്ത്യയുടെ ചരിത്രം ബോധ്യപ്പെടാത്തതുകൊണ്ടാണ്. ഇന്ത്യ രാജ്യത്ത് VP സിംഗ് പ്രധാനമന്ത്രിയായിട്ടുണ്ട്, IK ഗുജറാൾ പ്രധാനമന്ത്രി, ദേവഗൌഡ പ്രധാനമന്ത്രി, ോടൊപ്പം ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും ചർച്ചയാകുമെന്നത് ഉറപ്പാണ്. എന്തായാലും കടുത്ത പോരാട്ടത്തിനുള്ള സാധ്യതയാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. പ്രവചനാതീതമാണ് ഇടുക്കിയിലെ ഈ താപനില പോലെ തന്നെ ഇടുക്കിയിലെ രാഷ്ട്രീയവും. ഇടുക്കിയിൽ കട്ടപ്പനയിൽ നിന്ന് നമ്മൾ സൈൻ ഓഫ് ചെയ്യുന്നു. നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും കോട്ടയം പാലായിൽ. ഗുഡ് നൈറ്റ്.